नमस्ते। एडफिल लर्निंग द्वारा आयोजित एक नई सेशन में आप सबका स्वागत. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ വർഷം ഓഗസ്റ്റ് മാസത്തിലുണ്ടായിട്ടുള്ള സർവീസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കുച്ച് ലോഗ് ഗുലാമി കി ജഞ്ചീറോ മേ ദേ, ഗുലാമി കെ ലിയെ സഹി വികൽപ്പ് ക്യാ ഹെ? ഗുലാമി എന്ന് പറയുന്ന ആ ഒരു ശബ്ദത്തിനുള്ള കറക്റ്റ് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുച്ച് ലോഗ് ഗുലാമിക്ക് ജഞ്ചീരോമേത് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ അടിമത്തത്തിൻ്റെ ചങ്ങലകളിലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം ഗുലാമി എന്ത് തരമുള്ള ഒരു സംഖ്യയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. വ്യക്തിവാചക സംഖ്യ, ജാതിവാചക സംഖ്യ, ഭാവവാചക സംഖ്യ, ദ്രവ്യവാചക സംഖ്യ. അപ്പം അടിമത്വം എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. അതിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം ഗുലാമി എന്ന് പറയുന്ന ആ ഒരു അടിമത്തത്തിന് എന്തൊരു സംഖ്യ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം അത് ഭാവവാചക സംഖ്യയാണ്. അതൊരു ആ ഒരു അടിമത്തം എന്നുള്ളതൊന്ന് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗുലാമി എന്ന് പറയുന്ന ആ ഒരു ശബ്ദം ഒരു ഭാവവാചക സംഖ്യയാണ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, രാംചരിത മാനസ് കാ പ്രഥം കാണ്ഡ് കോൺസാ ഹെ? രാംചരിത മാനസത്തിന്റെ ആദ്യത്തെ കാണ്ഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാലകാണ്ഡ്, ഉത്തർകാണ്ഡ്, അയോധ്യാകാണ്ഡ്, അരണ്യകാണ്ഡ്. അപ്പം രാംചരിത മാനസ് എഴുതിയിട്ടുള്ളത് തുളസിദാസ് ആണ്. അപ്പം തുളസിദാസിന്റെ ഈ ഒരു രചന അവധി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അതിനുള്ള എത്ര കാണ്ഡ് ഉണ്ട്? 7 കാണ്ഡ് ഉണ്ട് ഈ രാംചരിത മാനസിന്. അപ്പം ഈ 7 കാണ്ഡിലെ ആദ്യത്തെ കാണ്ഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ബാലകാണ്ഡാണ്. ബാലകാണ്ഡാണ് രാംചരിത മാനസിൻ്റെ ആദ്യത്തെ കാണ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കാണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ബാലകാണ്ഡ്, അയോധ്യാകാണ്ഡ്, അരണ്യകാണ്ഡ്, കിഷ്കിന്ധാകാണ്ഡ്, സുന്ദർകാണ്ഡ്, ലങ്കാകാണ്ഡ് ഓർ ഉത്തരകാണ്ഡ്. ഈ 7 കാണ്ഡുകളാണ് ഈ രാംചരിത മാനസിനുള്ളത്. ഇത് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ തുളസിദാസിൻ്റെ രാംചരിത മാനസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സഹി പ്രയോഗ കോൺസാ ഹെ? അപ്പം തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രയോഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹമേം ബഡോം കാ ആദർ കർണാ ചാഹിയേ, ഹം ബഡോം കാ ആദർ കർണാ ചാഹിയേ, ഹമേം ബഡോം കി ആദർ കർണി ചാഹിയേ, ഹം ബഡോം കി ആദർ കർണി ചാഹിയേ. അപ്പം തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രയോഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നോക്കേണ്ടത് ഇവിടെ ലാസ്റ്റ് കർണ ചാഹിയെ, കർണ ചാഹിയെ, കർണി ചാഹിയെ, കർണി ചാഹിയെ. 4 ഓപ്ഷനിൽ 4 തരമായിട്ടാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ 2 എണ്ണം കർണ ചാഹിയെന്നും പിന്നീട് തന്ന 2 എണ്ണം കർണി ചാഹിയെ എന്നുള്ളതും. കർണ ചാഹിയെ എന്ന് പറയുന്നത് ഏകദേശം ഒരു പുല്ലിംഗത്തിനെ സൂചിപ്പിക്കുന്നതാണ് കർണ എന്ന് പറയുന്നത്. കർണി എന്ന് പറയുന്നത് പൊതുവെ സ്ത്രീലിംഗത്തിന് ഈ ചിഹ്നം വരുന്നത് മൊത്തം ഏകദേശം ഒരു സ്ത്രീലിംഗത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ആദർ എന്ന് പറയുന്നത് പുല്ലിംഗം ഏകവചന ശബ്ദമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കർണ ചാഹിയെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരിക. അപ്പം അതുകൊണ്ട് തന്നെ കർണീന്ന് ഉപയോഗിച്ച ഈ 2 എണ്ണം തെറ്റുത്തരാണ്. അപ്പം അതുകൊണ്ട് തന്നെ സിയും ഡിയും ഇതിൻ്റെ ആൻസറുകളല്ല. പിന്നെ അടുത്ത 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഹമേം ബഡോം കാ ആദർ കർണ ചാഹിയെ, ഹം ബഡോം കാ ആദർ കർണ ചാഹിയെ. അപ്പം ഇതിൽ വ്യത്യാസം വരുന്നത് ഇവിടെ ഹമയാണ്, ഇവിടെ ഹമ്മാണ്. അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ എങ്ങനെ വരിക എന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ശബ്ദം ബഡോം. ബഡോം എന്ന് പറയുന്നത് നമ്മൾ ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പം ഹം വരുന്നതല്ല അതിൻ്റെ കറക്റ്റ് വരിക. ബഡോ എന്ന് പറയുന്നതിനനുസരിച്ച് ഇവിടെ ഹമ്മിൽ മാറ്റം വരണം. അപ്പം കറക്റ്റ് ആൻസർ വരിക എന്താണ്? ഹമേം ബഡോം കാ ആദർ കർണ ചാഹിയെ എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഈദ് കാ ചാന്ദ് ഹോന മുഹാവരെ കാ അർത്ഥ് ക്യാ ഹെ? ഈദ് കാ ചാന്ദ് ഹോന എന്ന് പറയുന്നുള്ള ആ മുഹാവരയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഹമേഷ ദിക്കായി പഠന, ബഹുത്ത് കം ദിക്കായി പഠന, ചിപ്കർ ബൈറ്റ് ജാന, സങ്കോജമേം ബൈറ്റ് ജാന. അപ്പോൾ ഈദ് കാ ചാന്ദ് ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈദ് കാ ചാന്ദ് ഹോന എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ്? ഈദിൻ്റെ അന്ന് ഈ ചന്ദ്രനെയൊക്കെ കാണുന്നത് വളരെ അപൂർവങ്ങളായിരിക്കും, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ആയിരിക്കും. നോക്കി നിൽക്കുന്ന സമയത്ത് ചിലപ്പം കാണാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ ഒക്കെ ഒരു അർത്ഥം വരുന്ന ആ ഒരു മുഹാവരയാണ്. അപ്പം അതിൽ കറക്റ്റ് അർത്ഥം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹമേഷ ദിക്കായി പഠന, എല്ലായ്പ്പോഴും കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ബഹുത്ത് കം ദിക്കായി പഠന, വളരെ കുറച്ച് കാണാൻ സാധിക്കുക. ചിപ്കർ ബൈറ്റ് ജാന, ഒളിച്ചിരിക്കുക. സങ്കോജ്മേ ബൈറ്റ് ജാന, അതായത് ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുക. അപ്പം ഇത്രയാണ് 4 ഓപ്ഷൻ. അപ്പം ഈദ് കാ ചാന്ദ് ഹോന എന്ന് പറയുന്ന മുഹാവരേൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ ബി ആണ്. ബഹുത്ത് കം ദിക്കായി പഠന, വളരെ കുറച്ച് അവസരങ്ങളിൽ മാത്രം കാണാൻ സാധിക്കുന്നതാണ് ഈ ഈദ് കാ ചാന്ദ് ഹോന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻമേം അസിയോത്തർ കവി കോൻ ഹെ? അസിയോത്തർ അതായത് 80കൾക്ക് ശേഷം ഉള്ള ഒരു കവി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കേശവദാസ്, ചിന്താമണി, കുമാർ അംബുജ്, മതിറാം. അപ്പം ഇതിൽ തന്നിരിക്കുന്ന കവികളിൽ അസിയോത്തർ കവി ആരാന്നാണ് ചോദ്യം.
കേശവദാസ്, ചിന്താമണി, മതിറാം എന്നൊക്കെ പറയുന്നത് രീതികാലീൻ കവികളാണ്. അപ്പൊ രീതികാലീൻ കവികൾ എന്ന് പറയുന്നത് ആ രീതികാലിന്റെ സമയം എപ്പോഴാണ്? 1700 മുതൽ 1900 വരെ. അപ്പൊ ആ ഒരു സമയപരിധിക്ക് ഉള്ളിലല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്ന അസ്യോത്തറാണ്. അസ്യോത്തർ എന്ന് പറഞ്ഞാൽ 80-കൾക്ക് ശേഷം. അപ്പം ഈ രീതികാലിന്റെ ഉള്ളിൽ വരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേശവദാസ്, ചിന്താമണി, മതിറാം തുടങ്ങിയവരല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൻസർ ആരാണ്? ഓപ്ഷൻ സി, കുമാർ അംബുജാണ് ഈ അസ്യോത്തർ കവി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഉദ്ദാൻ ശബ്ദ കാ ഉപസർഗ് ക്യാ ഹെ? ഉദ്ദാൻ എന്ന് പറയുന്ന ആ ഒരു ശബ്ദത്തിന്റെ ഉപസർഗ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്താണ്? ഉത്ത്, ഉദ്, ധാന്, ഉന്ന്, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈ ഉപസർഗം എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദത്തിന് മുന്നിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഉദ്ദാൻ എന്നാണെങ്കിൽ അങ്ങനെയാണ്. അപ്പം ഈ ഉദ്ദാൻ നമ്മൾ പിരിച്ചെഴുതുന്ന നേരം എന്താണ്? ഈ ഫസ്റ്റ് ഉള്ളതാണ് നമ്മൾ ഉപസർഗം എന്ന് പറയുന്നത്. ഈ ധാൻ എന്ന് പറയുന്ന പിന്നീട് ചേർക്കുന്നതാണ് നമ്മൾ പരസർഗം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉദ്ദാൻ ശബ്ദത്തിന്റെ ഉപസർഗം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഉത്താണോ, ഉദ്ദാണോ, ധാനാണോ, ഉന്നാണോ എന്നുള്ളത്. അപ്പം ഉദ്ദാൻ എന്ന് പറയുന്നത് ഉത്ത് പ്ലസ് ധാനാണ് ഈ ഉദ്ദാൻ എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാ ബോലും ക്യാ യാദ് കരും കിസ്കി ആത്മകഥ ഹെ? ക്യാ ബോലും ക്യാ യാദ് കരും എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണെന്നാണ് ക്വസ്റ്റ്യൻ. ജവഹർലാൽ നെഹ്റുക്ക്, ഗാന്ധിജിക്ക്, ഹരിവംശ് റായ് ബച്ചൻക്ക്, യശ്പാൽക്ക്. 4 ഓപ്ഷൻസ് ഇതൊക്കെയാണ്. അപ്പം ക്യാ ബോലും ക്യാ യാദ് കരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മകഥ ആരുടേതാണെന്നാണ് ചോദ്യം. ആ ആത്മകഥ ഹരിവംശ് റായ് ബച്ചൻ്റെതാണ്. ഓക്കെ, അതിന് എത്ര ഭാഗങ്ങളുണ്ട്? അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇതിന് 4 ഭാഗങ്ങളാണുള്ളത്. അപ്പം ആദ്യത്തെ ഭാഗമാണ് ഈ ക്യാ ബോലും ക്യാ യാദ് കരും എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് എന്താണ്? നീഡ് കാ നിർമാൺ ഫിർ. പിന്നീട് 3ാമത്തെ ഭാഗമാണ് ബസേരെ സേദൂർ. 4ാമത്തേത് ദശ്ദ്വാർ സെ സോപാൻ തക്ക്. അങ്ങനെ 4 ഭാഗങ്ങളാണ് ഈ ഹരിവംശ് റായ് ബച്ചന്റെ ആത്മകഥ ക്യാ ബോലും ക്യാ യാദ് കരും എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രിയപ്രവാസ് കാ പ്രതിപാദ്യ കിസ് കഥാ സെ സംബന്ധിത് ഹെ? പ്രിയപ്രവാസിന്റെ പ്രതിപാദ്യ വിഷയം ഏത് കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പ്രിയപ്രവാസ് എന്ന് പറയുന്നത് ആരാ എഴുതിയിട്ടുള്ളത്? അയോധ്യ സിംഗ് ഉപാധ്യായാണ് ഈ പ്രിയപ്രവാസ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതില് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു മഹാകാവ്യമാണ് ഈ പ്രിയപ്രവാസ് എന്ന് പറയുന്നത്. ഘടിബോലിക്ക മഹാകാവ്യം എന്ന് അറിയപ്പെടുന്നതും ഈ പ്രിയപ്രവാസിനെയാണ്. ഓക്കെ, അപ്പൊ കൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഉണ്ടോ എന്ന് നോക്കാം. ശ്രീകൃഷ്ണ का ब्रज से मथुरा प्रवास, सीता का लंका प्रवास, राम का वनवास, രാമഭരത് മിലൻ. അപ്പൊ പ്രിയപ്രവാസ് ഏത് പ്രതിപാദ്യ വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രചനയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പറഞ്ഞു പ്രിയപ്രവാസ് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രചനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ശ്രീകൃഷ്ണ കാ ബ്രജ് സെ മധുര പ്രവാസ്. അതായത് ശ്രീകൃഷ്ണന്റെ യൗവനം അതുപോലെ തന്നെ ബാല്യകാലം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആര് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഹരിയൗദ് ഈ ഒരു പ്രിയപ്രവാസിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ആചാര്യ രാമചന്ദ്ര ശുക്ല के अनुसार हिंदी का प्रथम महाकाव्य? ആചാര്യ രാമചന്ദ്ര ശുക്ല ഹിന്ദിയുടെ പ്രഥമ മഹാകാവ്യമായിട്ട് ഏത് കൃതിയാണ് കണ്ടിട്ടുള്ളതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പൃഥ്വിരാജ് രാസോ, ബീസൽദേവ് രാസോ, പരമാൽ രാസോ, ഹമ്മി രാസോ? അപ്പൊ ആചാര്യ രാമചന്ദ്ര ശുക്ല ഹിന്ദിയിലെ പ്രഥമ മഹാകാവ്യമായിട്ട് കണ്ടിട്ടുള്ളത് പൃഥ്വിരാജ് രാസോനെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത്, ബ്രജഭാഷാമേ ലിഖി ഗയി കൃതി ഇൻമേൻ കോൺസാ ഹെ? ബ്രജഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതി ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കാമായനി, വിനയ് പത്രിക, രാംചരിത് മാനസ്, പഞ്ചവടി. അപ്പം 4 രചനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ബ്രജഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാമായൻ എഴുതിയിട്ടുള്ളത് ആരാണ്? ജയശങ്കർ പ്രസാദാണ്. പ്രസാദിന്റെ ഈ രചന ഹിന്ദി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. വിനയ് പത്രികയും രാംചരിത് മാനസും എഴുതിയിട്ടുള്ളത് തുളസിദാസാണ്. തുളസിദാസ് പൊതുവെ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? അവധി ഭാഷയാണ്. പഞ്ചവടി എഴുതിയിട്ടുള്ളത് ആരാണ്? മൈഥിലി ശരൺ ഗുപ്താണ്. അത് ഘടിബോലിയിലെ രചനയാണ്. അപ്പം വിനയപത്രിക എന്ന് പറയുന്നതാണ് ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത്. തുളസിദാസ് ബ്രജഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് വിനയപത്രിക എന്ന് പറയുന്നത്. രാംചരിത് മാനസ് അദ്ദേഹം അവധി ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ്. ഇത് കൂടാതെ അദ്ദേഹം ദോഹാവലി, കവിതാവലി തുടങ്ങിയ രചനകളൊക്കെയും തന്നെ ബ്രജഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻമേൻ ഛായാവാദി കാവ്യ കോൺസാ ഹെ? തന്നിരിക്കുന്നതിൽ ഛായാവാദി കാവ്യം ഏതാണെന്നാണ് ചോദ്യം. കവിത കലാപ്, ഭാരത് ഭാരതി, കാമായനി, യുഗ്ധാര. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഛായാവാദി കാവ്യം ഏതാണെന്നാണ് ചോദ്യം. കവിത കലാപ് എഴുതിയിട്ടുള്ളത് മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ്. ഓക്കെ, ഭാരത് ഭാരതി മൈഥിലി ശരൺ ഗുപ്തിൻ്റെതും, കാമായനി ജയശങ്കർ പ്രസാദിൻ്റെയും, യുഗ്ധാര
നാഗാർജുൻ്റെതുമാണ്. അപ്പോൾ കവികളുടെ ഒരു അടിസ്ഥാനത്തിൽ കവിതാ കലാപും ഭാരത് ഭാരതിയും ഇവർ രണ്ടുപേരും മഹാവീർ പ്രസാദ് ദ്വിവേദിയും മൈഥിലി ശരൺ ഗുപ്തും ദ്വിവേദി യുഗിലെ കവികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഛായാവാദി കാവ്യ കോൺസാഹെ. പ്രസാദിൻ്റെതാണ് കാമായനി. പ്രസാദ് ഏത് യുഗത്തിലുള്ളതാണ്? ഛായാവാദി യുഗത്തിലുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ വരിക. പിന്നെ യുഗധാര എന്ന് പറയുന്നത് നാഗാർജുൻ്റെ രചനയാണ്. ഇപ്പം നാഗാർജുൻ ഏത് യുഗത്തിലുള്ളതാണ്? അത് പ്രഗതിവാദി യുഗത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുഗധാര എന്ന് പറയുന്നത് ഒരു പ്രഗതിവാദി രചനയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഛായാവാദി കാവ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കാമായനിയാണ്. ഓക്കെ, അടുത്തത് ആധുനിക് ഹിന്ദി സാഹിത്യ സെ ജുഡി ഭാഷ. അപ്പോൾ ആധുനിക ഹിന്ദി സാഹിത്യത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഷ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഖടി ബോലി, ബ്രജ്, അവധി, ഭോജ്പുരി. ആധുനിക ഹിന്ദിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഖടി ബോലിയാണ്. ഖടി ബോലിയാണ് ആധുനിക ഹിന്ദി ഭാഷ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആ ഒരു ആധുനിക ഹിന്ദി ഭാഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഷയാണ് ഈ ഖടി ബോലി എന്ന് പറയുന്നത്. ബ്രജ്, അവധി, ഭോജ്പുരി എന്നൊക്കെ പറയുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. ബ്രജ് ഒരു കാവ്യഭാഷയാണ്. അവധി ആരുപയോഗിച്ചിരുന്നതാണ്? തുളസീദാസിന്റെ ഭാഷയാണ്. രാമചരിത മാനസ് എഴുതിയിട്ടുള്ളത് അവധി ഭാഷയിലാണ്. പിന്നെ ഭോജ്പുരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആധുനിക ഹിന്ദി ഭാഷ എന്ന് പറയുന്നത് ഈ ഖടി ബോലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് അമീർ റെയിൽഗാഡി സെ ദില്ലി ഗയ, യഹാം റെയിൽഗാഡി സെ കോൺസാ കാരക ഹെ. ഈ റെയിൽഗാഡി സേയിൽ ഉപയോഗിച്ചിരിക്കുന്ന കാരക ഏതാണെന്നാണ്. അമീർ റെയിൽഗാഡി സെ ദില്ലി ഗയ. അമീർ റെയിൽഗാഡിയിൽ, അതായത് തീവണ്ടിയിൽ ദില്ലിയിലേക്ക് പോയി. അതിൽ ഈ റെയിൽഗാഡിയിൽ നിന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഈ സേ, ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാരക എന്ത് തരം കാരകാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കർമ്മകാരക്, അധികരൺ കാരക്, കരൺ കാരക്, സമ്പ്രദാൻ കാരക്. ഈ കർമ്മകാരക് എന്ന് പറഞ്ഞാൽ കർമ്മത്തിനെ ദ്യോതിപ്പിക്കുന്നതാണ്. അപ്പം അതിൻ്റെ വിഭക്തി പ്രത്യയം വരുന്നത് എന്താണ്? കോ ആണ്. കർമ്മ കാരക് കോ ആണ്. അധികരൺ കാരക് ഈ മേം, പർ, ഉള്ളിൽ, മുകളിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്നിടത്ത് വരുന്നതാണ് ഈ അധികരൺ കാരക്. കരൺ കാരകാണ് ഏത്? സേ എന്ന് പറയുന്നത്. ഓക്കെ, സമ്പ്രദാൻ കാരക് കെ കേളിയെ കെ വാസ്തെ. ആർക്കെങ്കിലും ഒന്ന് കൊടുക്കുന്നതിനോ ആർക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതിനാണ് ഈ സമ്പ്രദാൻ കാരക് എന്ന് പറയുന്നത്. കേളിയെ കെ വാസ്തെ എന്നൊക്കെ പറയുന്നത് സമ്പ്രദാൻ കാരക്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റെയിൽഗാഡി സേ. ഇതിൽ സേ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു കാരക് റെയിൽഗാഡിയിൽ, തീവണ്ടിയിൽ പോയി എന്നുള്ളതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാരക് ഏതാണെന്നാണ്. അത് ഓപ്ഷൻ സി കരൺ കാരകാണ് ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി. ഇൻമേൻ സംയുക്ത സ്വർ കോൺസാ ഹെ. സംയുക്ത സ്വർ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇ, ആ, എ, ഉ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ സംയുക്ത സ്വർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സ്വറിനെ 2 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. മൂലസ്വറും സംയുക്ത സ്വറും. അപ്പം മൂലസ്വറിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഇതിൽ അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൂലസ്വറൊക്കെ വളരെ എന്താ പറയുക, മാത്ര അധികം വേണ്ട, വളരെ ചെറിയ മാത്ര കൊണ്ട് തന്നെ ഉച്ചരിക്കാൻ പറ്റുന്ന സ്വരങ്ങളാണ് ഈ മൂലസ്വരം എന്ന് പറയുന്നത്. സംയുക്ത സ്വറിന് കുറച്ച് അധികം മാത്രകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പം അതാണ് ഈ മൂലസ്വറും സംയുക്ത സ്വറും തമ്മിലുള്ള വ്യത്യാസം. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സംയുക്ത സ്വരം ഏതാണെന്നാണ്. അപ്പം ഇ, ആ, എ, ഉ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം ആ, ഇ, ഉ എന്ന് പറയുന്നത് മൂലസ്വറാണ്. അതിന് അധികം ഉച്ചരിക്കാൻ അധികം എന്താ വേണ്ടത്? മാത്ര വേണ്ട ആവശ്യമില്ല. പക്ഷെ എ എന്ന് പറയുന്നത് കുറച്ചധികം മാത്രം ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി. സി ആണ് ഇതിലെ സംയുക്ത സ്വർ എ. ഓക്കെ, അടുത്തത് ആജ് സുബഹ് യഹാം കോയി ആയാ ഥാ. ഇസ് വാക്യമേം കോയി കോൺസാ സർവനാം ഹേ. അപ്പം ഇന്ന് രാവിലെ ഇവിടെ ആരോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ കോയി, ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കോയി എന്ത് തരം സർവനാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷൻസ് നിജവാചക്, അനിശ്ചയവാചക്, സംബന്ധ വാചക്, നിശ്ചയവാചക്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിജവാചക്, അനിശ്ചയവാചക്, സംബന്ധ വാചക്, പിന്നെ നിശ്ചയവാചക്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം ഈ കോയി വരുന്നത് ഇതിൽ ഏത് സർവനാമത്തിനകത്താണ്? ഓക്കെ, നമുക്ക് നിജവാചകം എന്ന് പറയുന്നത് ഏതാണ്? ആപ്പ്. ഈ ഒരു ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്നതാണ് നിജവാചകം. നിജവാചകന്റെ വരുന്ന ഒരു സർവനാമം എന്ന് പറയുന്നത് ആപ്പാണ്. അനിശ്ചയവാചകനകത്ത് കോയി, കുച്ച്, ആ സർവനാമം വരുന്നത് അനിശ്ചയവാചകനകത്താണ്. സംബന്ധവാചകനകത്ത് ജോ വരും. നിശ്ചയവാചകനകത്ത് ഇത് അതാണ്, അല്ലെങ്കിൽ ഇത് അവനാണ്, ഇവളാണ്, അങ്ങനെ ഒരു നിശ്ചയത്തിൽ പറയുന്നതാണ് ഈ നിശ്ചയവാചകം എന്ന് പറയുന്നത്. അപ്പോൾ യഹ്, യേ, വഹ്, വേ തുടങ്ങിയവയൊക്കെ ഈ നിശ്ചയവാചകനകത്ത് വരുന്ന സർവനാമങ്ങളാണ്. അപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ആജ് സുബഹ് യഹാം കോയി ആയാധ. ഇന്ന് രാവിലെ ഇവിടെ ആരോ വന്നിരുന്നു. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോയി എന്ത് തരം സർവനാമാണെന്നാണ്. അപ്പം കോയി എന്ന് പറയുന്നത് ആരാന്നുള്ളതിന് വലിയ ധാരണയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ആരാണ്, ഈ കോയി എന്ന് പറയുന്നത് എന്ത് തരം സർവനാമാണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്.
പറയുന്നത്. അത് അനിശ്ചയവാചക സർവനാമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് വചൻ കി ദൃഷ്ടി സെ സഹി ജോഡ കോൻസാ ഹെ. അപ്പം വചന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ വചൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഏകവചൻ, ബഹുവചൻ. അപ്പം ഈ വചന്റെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? അതാണ് ചോദ്യം. പേട് പേടേം, ഗുഡിയ ഗുഡിയേം, മുനി മുനിയാം, ചിടിയ ചിടിയാം. പേട് പേടെന്ന് നമ്മൾ ഉപയോഗിക്കില്ല. പേട് എന്ന് പറയുന്ന പുല്ലിംഗം ഏകവചനാണ്. പുല്ലിംഗം അകാരാന്തിൽ അവസാനിക്കുന്ന ഒരു ശബ്ദമാണ് പേട്. അപ്പൊ പേടോം അങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പൊ അത് തെറ്റാണ്. ഗുഡിയ സ്ത്രീലിംഗമാണ്. അപ്പം സ്ത്രീലിംഗ ശബ്ദത്തിന്റെ ബഹുവചനം എന്ന് പറയുന്നത് നമ്മൾ യാം അല്ലെങ്കിൽ ഏം എന്നൊക്കെയാണ് ഈ സ്ത്രീലിംഗ ശബ്ദ ബഹുവചനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഗുഡിയേം എന്ന് പറയുന്നത് ഗുഡിയ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. പക്ഷെ അത് ഗുഡിയേം എന്നല്ല വേണ്ടത്, ഗുഡിയാം എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിയാവും. അപ്പൊ ഇത് തെറ്റാണ്. ഓക്കെ. മുനി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ബഹുമാന സൂചകമായിട്ടുള്ളതാണ്. മുനി എന്ന് പറയുന്നത് ഒരു പുല്ലിംഗത്തിനെ ദ്യോതിപ്പിക്കുന്നതാണ്. അപ്പം മുനിയാം എന്നുള്ളത് തെറ്റായിട്ടുള്ള. മുനി എന്ന് പറഞ്ഞാൽ യാ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീലിംഗം ബഹുവചനത്തിനെയാണ്. അപ്പം അത് തെറ്റായിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് ചിടിയ. ചിടിയ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. അപ്പൊ സ്ത്രീലിംഗത്തിന്റെ ബഹുവചനം ചിടിയാം. അപ്പൊ കറക്റ്റ് ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി. ചിടിയ എന്നുള്ളതിന്റെ ബഹുവചന രൂപം എന്ന് പറഞ്ഞാൽ ചിടിയാം. അപ്പം ഇതാണ് ഇതിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ജോഡി. ഓക്കെ. അടുത്തത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നിർമ്മല ഉപന്യാസ് കാ പ്രമുഖ പാത്ര കോൻ ഹേ. അപ്പൊ നിർമ്മല ഉപന്യാസത്തിലുള്ള പ്രമുഖരായിട്ടുള്ള പാത്രം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹോരി, തോത്താറാം, രാമനാഥ്, ചക്രധർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹോരി, തോത്താറാം, രാമനാഥ്, ചക്രധർ. അപ്പൊ ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബി തോത്താറാമാണ് നിർമ്മല ഉപന്യാസത്തിലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് നിർമ്മലയുടെ ഹസ്ബൻഡാണ്, പതിയാണ് തോത്താറാം എന്ന് പറയുന്നത്. അത് പ്രേംചന്ദിന്റെ ദഹേജ് പ്രഥ അഥവാ അല്ലെങ്കിൽ അന്മേൽ വിവാഹം, യോജിക്കാത്ത ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപന്യാസമാണ് നിർമ്മല എന്ന് പറയുന്നത്. അതിൽ ക്യാരക്ടർ തോത്താറാം. അടുത്തത് വിശേഷൺ ക സഹി രൂപ് കോൺസാ ഹെ. വിശേഷണിന്റെ ശരിയായ രൂപം ഏതാണെന്നാണ് ചോദിക്കുന്നത്. വിശേഷൻ എന്ന് പറഞ്ഞാൽ സംഖ്യ അല്ലെങ്കിൽ സർവനാമത്തിനെ വിശേഷിപ്പിക്കുന്നതിനാണ് നമ്മൾ വിശേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മീഠ ഫലുക്ക, മീട്ടേ ഫലുക്ക, മീട്ടി ഫലുക്ക, മീട്ടി ഫലോം ക. അപ്പം ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഈ ഫല്ലാണ്. അപ്പം ഫല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പുല്ലിംഗ ബഹുവചന ശബ്ദമാണ്. കാരണം എന്താണ്? ഫല്ല് എന്ന് പറഞ്ഞാൽ ഒരു പഴങ്ങളാണ്. അപ്പോൾ ഒരു പ്രത്യേക പഴത്തിനെ ഉദ്ദേശിക്കുന്നതല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പഴത്തിനെ ഉപയോഗിക്കുന്നതാണ്, അങ്ങനെ ഉദ്ദേശിക്കുന്നതാണ് ഈ ഫൽ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? പുല്ലിംഗ ബഹുവചനാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ മീഠി എന്ന് പറയുന്ന ഇവിടെ സ്ത്രീലിംഗത്തിനെ ദ്യോതിപ്പിക്കാനാണ് ഒരു ഈകാരാന്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മീഠി എന്ന് ഉപയോഗിക്കുന്ന ഈ ഒരു സിയും ഡിയും എന്തായാലും ശരിയായിട്ടുള്ള വിശേഷണം അനുയോജിച്ചിട്ടുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിയും ഡിയും തെറ്റാണ്. പിന്നെ ഉള്ളത് എയും ബിയും. എയും ബിയിനകത്തും മീഠ, മീഠെ അത് പുല്ലിംഗത്തിനെ ദ്യോതിപ്പിക്കുന്നതാണ് രണ്ടും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫൽ എന്ന് പറയുന്ന പുല്ലിംഗ ബഹുവചനം. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ മീഠയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പൊ മീഠ എന്നുള്ളതല്ല കറക്റ്റ് ആൻസർ വരിക. മീഠേ ഇവിടെ ബഹുവചനത്തിനെയാണ് ഉദ്ദേശിപ്പിക്കുന്നത്. അപ്പൊ മീഠേ ഫലിക്ക അത് വേഗം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്തത് ജോസഫ് പത്ര ലിഖ്താ ഹെ. ഇസ് വാക്യ കാ ഭേദ് ക്യാ ഹെ. ജോസഫ് കത്ത് എഴുതുന്നു. ഇതിൽ ഈ വാക്യത്തിന്റെ ഭേദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കർത്തൃവാച്യ, കർമ്മവാച്യ, ഭാവവാച്യ, ഇൻമെൻസ് കോയിനിഹി. അപ്പം ജോസഫ് കത്ത് എഴുതുന്നു എന്നുള്ളത് എന്തരത്തിലുള്ള വാക്യാണ്? അതൊരു കർത്തൃവാച്യാണ്. കാരണം എന്താ വെച്ചാൽ ജോസഫ് ആണ് ഇവിടെ കത്തെഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം മനസ്സിലാവും ഇവിടെ ഇതൊരു കർത്തൃവാച്യാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത് കോൻ ആധുനിക മീര കെ നാം സെ വിഖ്യാത ഹെ. ആരാണ് ഈ ആധുനിക മീര എന്നുള്ള ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ആരൊക്കെയാണ്? സുഭദ്ര കുമാരി ചൗഹാൻ, അമൃത പിപ്രീതം, മഹാദേവി വർമ്മ, സരോജിനി നായിഡു. ഈ ആധുനിക മീര എന്നറിയപ്പെടുന്നത് മഹാദേവി വർമ്മയാണ്. ഓക്കെ. അപ്പൊ അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഹിന്ദിയിൽ ആധുനിക മീര എന്നറിയപ്പെടുന്നത് മഹാദേവി വർമ്മയാണ്. ഓക്കെ. അടുത്തത് കിസ് വാക്യ കി ക്രിയ സകർമ്മക ഹെ. ഈ തന്നിരിക്കുന്ന വാക്യത്തിൽ ഏത് ക്രിയയാണ് സകർമ്മകമായിട്ടുള്ളതെന്ന്. ആദ്യം തന്നെ ഈ സകർമ്മകവും അകർമ്മകവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഈ സകർമ്മകം എന്ന് പറയുന്നത് എന്താണ്? അപ്നെ ആപ്മേ, അത് സ്വന്തമായിട്ട് നിൽക്കുന്നത് അപൂർണമാണ്. അതായത് അവർക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ സാധിക്കില്ല. അകർമ്മ ക്രിയ എന്ന് പറയുന്നത് അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ, അതായത് ആ ക്രിയ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്ന നേരം അതിൽ പ്രത്യേകിച്ച് ചോദ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സകർമ്മ ക്രിയക്കകത്ത് എന്താണുള്ളത്? എന്ത്, ആര് എന്നുള്ള ചോദ്യമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രിയകളാണ് ഈ സകർമ്മ ക്രിയ എന്ന് പറയുന്നത്. അകർമ്മ ക്രിയയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം അത് രണ്ടുമാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം. അപ്പം
ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഗീത പുസ്തകം പഠിത്തി ഹേ, ഗീത പുസ്തകം പഠിക്കുന്നുണ്ട്. സോന പലങ്ക് പർ സോത്തി ഹേ, സോന കട്ടിലിൽ ഉറങ്ങുന്നു. ദാദാജി ധീരെ ധീരെ ചൽത്തേ ഹേ, മുത്തശ്ശൻ പതുക്കെ പതുക്കെ നടക്കുന്നുണ്ട്. ബച്ച ഗിൽഗിലാക്കർ ഹസ്താ ഹേ, കുട്ടി കുലിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഗീത പുസ്തക പഠിത്തി ഹേ, അപ്പം ഈ പഠിത്തി ഹേ എന്നുള്ളതിനോണ്ട് എന്ത് പഠിച്ചു എന്നുള്ള ചോദ്യത്തിന് അവിടെ എന്താ ഉള്ളത്? പുസ്തകം പഠിച്ചു, അതാണ്, അല്ലെങ്കിൽ ഏതാ പഠിച്ച പുസ്തകമാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആൻസർ ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോന പലങ്ക് പർ സോത്തി ഹേ, സോന കട്ടിലിൽ ഉറങ്ങി. എന്തുറങ്ങി അങ്ങനെ ചോദിച്ചാൽ അതിന് അവിടെ ആൻസർ ഇല്ല. അതുപോലെ തന്നെ ദാദാജി ധീരെ ധീരെ ചൽത്തേ ഹേ, അതിൽ എന്ത് നടന്നു അങ്ങനെയുള്ള ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഒരു പ്രസക്തി ഇല്ല. അതുപോലെ തന്നെ ഖിഖിലാക്കർ ഹസ്താ ഹേ, എന്ത് ചിരിച്ചു, അങ്ങനത്തെ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഈ പറഞ്ഞ 3 എണ്ണത്തിനകത്തും എന്താണ്, എന്ത്, ആര് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രസക്തി ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് അല്ലെങ്കിൽ ആ ഒരു സകർമ്മ ക്രിയ ഏതാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് സകർമ്മക ക്രിയ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഉഷാ പ്രിയംവദാക്കി കഹാനി വാപ്പസി കാ പ്രതിപാദ്യ വിഷയ്. എന്താണ് ഉഷാ പ്രിയംവദയുടെ കഹാനി വാപ്പസിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പ്രതിപാദ്യ വിഷയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബേക്കാരിക്ക് സമസ്യ, പാരിവാരിക സമസ്യ, ദഹേജ് സംബന്ധി സമസ്യ, രാജനീതിക സമസ്യ. ഇതിൽ ആ ഒരു കഥയ്ക്കകത്ത് എന്താണ്, ഗജാദർ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി അദ്ദേഹത്തിന് റിട്ടയർമെന്റിന് ശേഷം വീട്ടിലേക്ക് വരുന്ന ആ ഒരു അവസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. തുടർന്ന് എന്താണ്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു മനോഭാവവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉഷാ പ്രിയംവദ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പ്രതിപാദ്യ വിഷയം എന്താണെന്നാണ് ചോദ്യം തന്നിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു ആ സിറ്റുവേഷനിൽ ദഹേജ് പ്രഥയും രാജനീതിക സമസ്യയും അല്ല. അപ്പം അതുകൊണ്ട് തന്നെ സിയും ഡിയും അല്ല. പിന്നീടുള്ളത് ഒന്ന് ജോലിക്ക് ശേഷമുള്ളതാണ്. അപ്പോൾ ബേക്കാരി, തൊഴിലില്ലായ്മയാണ് അവിടുത്തെ ആൻസർ വരിക. അല്ല, അയാൾ തൊഴിലെടുത്തുകൊണ്ടിരുന്ന ആൾ റിട്ടയർമെന്റിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മയല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണ്, പാരിവാരിക സമസ്യയാണ്. റിട്ടയർമെന്റിന് ശേഷം അയാൾ വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾക്ക് എന്താണ്, കുടുംബാംഗങ്ങളിൽ നിന്നും നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടാണ് ഇതിലെ പ്രതിപാദ്യ വിഷയമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി പാരിവാരിക സമസ്യയാണ് ശരിയായ ഉത്തരം. അടുത്തത് അഡ്മിനിസ്ട്രേഷൻ കാ ഹിന്ദി ശബ്ദ്. അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഹിന്ദിയിൽ എന്താ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ശാസൻ, പ്രശാസൻ, അനുശാസൻ, രാജശാസൻ, എല്ലാത്തിനകത്തും ശാസൻ ഉണ്ട്. അപ്പം അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ശബ്ദത്തിന് എന്ത് ആണ് ഹിന്ദിയിൽ ഉപയോഗിക്കാന്നാണ് ചോദിക്കുന്നത്. ശാസൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആണ്. പ്രശാസൻ എന്ന് പറഞ്ഞാലാണ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അനുശാസൻ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ. രാജശാസൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് പവർ, അതിനൊക്കെ ഉദ്ദേശിക്കുന്നതാണ് ഈ രാജശാസൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് പ്രശാസൻ എന്നുള്ളൊരു ശബ്ദമാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത് കിസ് ലിപി സെ ദേവനാഗരി ലിപി കാ വികാസ് ഹുവ. ഏത് ലിപിയിലൂടെയാണ് ദേവനാഗരി ലിപിയുടെ വികാസം സംഭവിച്ചിരിക്കുന്നതാണ്. ഓപ്ഷൻസ് ബ്രാഹ്മി, ഖരോഷ്ടി, ഗുരുമുഖി, റോമൻ. അപ്പം ദേവനാഗരി ലിപി ഉണ്ടായിട്ടുള്ളത് ഏതിലൂടെയാണ്, ബ്രാഹ്മി ലിപിയിലൂടെയാണ്. അപ്പം ബ്രാഹ്മി ലിപിയിൽ നിന്നുമാണ് ദേവനാഗരി ലിപി ഉണ്ടായിട്ടുള്ളത്. ഖരോഷ്ടി ലിപി, ഗുരുമുഖി ലിപി, റോമൻ ലിപി എന്നൊക്കെ പറയുന്നത് വേറെ പ്രത്യേകതരം ലിപികളാണ്. ഓക്കെ, അപ്പം ദേവനാഗരി ലിപി കാ വികാസ് ബ്രാഹ്മി ലിപിയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് പ്രേംചന്ദ് കാ കോൺസാ കഹാനി സംഗ്രഹ് അംഗ്രേസി സർക്കാരിനെ ജബ്ത് കിയാത. പ്രേംചന്ദിന്റെ ഏത് കഹാനി സംഗ്രഹമാണ് ഇംഗ്ലീഷ് ഗവൺമെന്റ് എന്താ പറയുക ജപ്ത് ചെയ്തിട്ടുള്ളത്? അപ്പം അതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് സോജയ് വദൻ, മാനസരോവർ, ആകാശ് ദ്വീപ്, ആന്തി. അപ്പം അതിൽ പ്രേംചന്ദിന്റെ കഹാനി സംഗ്രഹമാണ് ചോദിച്ചിട്ടുള്ളത്. ആകാശ് ദ്വീപും ആന്തി പ്രസാദിൻ്റെതാണ്. ഓക്കെ, സോജയ് വദൻ, മാനസരോവർ. അപ്പം ഇതിലകത്ത് അംഗ്രേസി സർക്കാർ ഏത് കഹാനി സംഗ്രഹമാണ് ജപ്ത് ചെയ്തിട്ടുള്ളത്? സോജയ് വദനാണ്. സോജയ് വദനകത്ത് അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്, പ്രേംചന്ദ് ജി ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഇംഗ്ലീഷ് സർക്കാരിൻ്റെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയിട്ടുള്ള ഒരു അംഗ്രേസി സർക്കാരിൻ്റെ ആ ഒരു ഭരണ നയങ്ങളും എല്ലാ കാര്യങ്ങളും തുറന്നടിച്ചെഴുതി. അപ്പോൾ അത് ആർക്കൊരു ദോഷമായിട്ട് ബാധിച്ചു, ആ ഒരു അംഗ്രേസി സർക്കാരിന് ഒരു ദോഷമായിട്ട് ബാധിക്കുന്നു കണ്ടപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്, ആ ഒരു കഹാനി സംഗ്രഹിനെ പുറത്തിറക്കാൻ സമ്മതിക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സോജയ് വദനാണ്. അടുത്തത് ഇൻമേ കോൺസ ശബ്ദ വിശേഷണ ഹേ. തന്നിരിക്കുന്ന ഏത് ശബ്ദമാണ് വിശേഷണമായിട്ടുള്ളത് എന്ന് പറഞ്ഞിരുന്നു. ഏതെങ്കിലും സംഖ്യ അല്ലെങ്കിൽ സർവനാമനെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഈ വിശേഷണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗരീബ്, ഗരിമ, ഗരീബി, ഗർമി. അപ്പോൾ ഗരീബ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്.
ഗരിമ ഒരു അന്തസ് അതിനൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഗരീബി ദാരിദ്ര്യാവസ്ഥ. ഗർമി എന്ന് പറഞ്ഞാൽ ചൂടുള്ള ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ, നമുക്ക് വേണ്ടത് ഒരു വിശേഷണമാണ്. ഗരീബാണ് ഇതിലെ വിശേഷണമായിട്ട് വരുന്നത്. കാരണം എന്താണ്, നമ്മൾ പറയുക എന്താണ്, ഗരീബ് ആദ്മി. അപ്പോൾ ആ ഒരു ആദ്മിയെ വിശേഷിപ്പിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ഗരീബ് എന്നുള്ള ശബ്ദം ഉപയോഗിച്ചിട്ട്. അപ്പം ഗരിമ എന്ന് പറയുന്നതിന് വിശേഷണം വരിക ഗൗരവ് എന്നുള്ള രീതിക്കാണ്. ഗരീബി ഗർമി എന്നൊക്കെ പറയുന്നത് ഒരു സിറ്റുവേഷനാണ്, ദാരിദ്ര്യാവസ്ഥ, പിന്നെ ചൂടുള്ള ഒരു കാലാവസ്ഥ, അങ്ങനത്തെ ഒരു രീതിക്ക് നോക്കുമ്പം വിശേഷം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ओके അടുത്തത് दहेज प्रथा एवं अनमेल विवाह को लेकर लिखा गया प्रेमचंद का उपन्यास. ഈ സ്ത്രീധനം സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ ഈ യോജിക്കാത്ത അന്മേൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രേംചന്ദിന്റെ ഉപന്യാസം ഏതാണെന്നാണ് ചോദ്യം. ഗോദാൻ, ഗബൻ, കായാകൽപ്പ്, നിർമ്മല. നമുക്കറിയാം അത് നിർമ്മലയാണ്. ഓപ്ഷൻ ഡി ആണ് പ്രേംചന്ദിന്റെ ദഹേജ് പ്രഥ അല്ലെങ്കിൽ അന്മേൽ വിവാഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ട് അദ്ദേഹം പ്രേംചന്ദ് എഴുതിയിട്ടുള്ള ആ ഒരു ഉപന്യാസം എന്ന് പറയുന്നത്. ഗോദാൻ, ഗബൻ, കായാകൽപ്പ് ഇതിലൊക്കെ എന്താ പറയുക, തീമുകൾ വളരെ വ്യത്യസ്തമാണ്. ഗോദാനകത്ത് കർഷക സമസ്യയൊക്കെയാണ്, ഗബനകത്ത് ഇതിൻ്റെ ആഡംബരം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നദി കെ ദ്വീപ് കവിതാമേം ദ്വീപ് കിസ്ക പ്രതീക് ഹെ. അപ്പൊ നദി കെ ദ്വീപ് എഴുതിയിട്ടുള്ളത് ആരാണ്? അഗ്ഗേ എഴുതിയിട്ടുള്ള കവിതയാണ് നദി കെ ദ്വീപ്. അതിൽ ദ്വീപ് എന്ന് പറയുന്നത് എന്തിന്റെ പ്രതീകമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമാജിക, വ്യക്തിക, വിശ്വക, സാഗരിക. അപ്പം ദ്വീപ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, വ്യക്തിയുടെ പ്രതീകമാണ് എന്ത്? ദ്വീപ് എന്ന് പറയുന്നത്. സമാജം എന്ന് പറയുന്നതാണ് എന്തിന്റെ പ്രതീകം? നദിയുടെ പ്രതീകം. ഓക്കെ, ആ ഒരു തീമിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതയാണ് നദി കെ ദ്വീപ്. അടുത്തത്, ഇൻമേം അകർമ്മക ക്രിയ കോൺസി ഹേ. തന്നിരിക്കുന്നതിൽ അകർമ്മക ക്രിയ കോൺസി ഹേ. അകർമ്മക നേരത്തെ പറഞ്ഞ പോലെ സകർമ്മകന് എന്താണ് ആരാണെന്നുള്ള ചോദ്യത്തിന് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്രിയയാണ് സകർമ്മക ക്രിയ എന്ന് പറയുന്നത്. പക്ഷെ അകർമ്മക ക്രിയയ്ക്ക് എന്ത് ആരെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അതാണ് മെയിനായിട്ട് നോക്കുക. അപ്പം ഖാന, ധേക്ന, പക്കഡ്ന, സോന. അപ്പം ഖാന ചോദിച്ചാൽ എന്ത് കഴിച്ചു, ധേക്ന എന്ത് കണ്ടു, എന്ത് പിടിച്ചു, എന്തുറങ്ങിയെന്ന് ചോദിക്കുമോ? ഇല്ല. അപ്പം അകർമ്മക ക്രിയയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അകർമ്മക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്ത് എന്നുള്ള അല്ലെങ്കിൽ ആരെന്നുള്ള ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്തതാണ്. അപ്പം എന്തുറങ്ങിയെന്നൊന്നും എന്തായാലും ചോദിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോന എന്നുള്ളതാണ് ഇതിലുള്ള അകർമ്മക ക്രിയ. അടുത്തത്, മേ ദേഖ് നഹി സക്ത. എന്നെ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. ഇസ്ക ഭാവവാച്യ രൂപ കോൺസാ ഹേ. മേ ദേഖ് നഹി സക്ത എന്ന് പറയുന്നതിന്റെ ഭാവവാച്യ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മുജ്സെ ദേഖാ നഹി ജാത്ത, മുജ്സെ ദേഖാ നഹി ഗയ, മുജ്സെ ദേഖാ നഹി ചാഹിയേത, മുജ്സെ ദേഖാ ഗയ. എന്നെ കൊണ്ട് കാണാൻ കഴിയുന്നില്ല, പിന്നെന്താണ്? എന്നെ കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല, അതുപോലെ തന്നെ എന്നെ കൊണ്ട് കാണാൻ കഴിയുന്നില്ല, പിന്നെ ഞാൻ കാണാൻ പാടില്ലാത്തതായിരുന്നു, പിന്നെ ഞാൻ കണ്ടു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു രീതിക്കാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മെയിൻ ദേഖ് നെഹി സക്ത, എന്നെ കൊണ്ട് കാണാൻ കഴിയുന്നില്ല, അതാണ് ആൻസർ. അപ്പം മുജ്സെ ദേഖാ നെഹി ജാത്ത, എന്നെ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല, അപ്പം അതാണ് ഇതിൽ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. മെയിൻ ദേഖ് നെഹി സക്ത, എന്നെ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. മുജ്സെ ദേഖാ നെഹി ജാത്ത, എന്നാൽ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, അടുത്തത്, നാഗാർജുൻ കാ വാസ്തവിക നാമം ക്യാ ഹേ. അപ്പം അതാണ് നാഗാർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ശരിയായ നാമം, ആ ഒരു പേരെന്താണെന്നാണ് ചോദ്യം. വൈദ്യനാഥ് മിശ്ര, കേദാർനാഥ്, ത്രിലോചൻ, സുമൻ. ഓപ്ഷൻ എ, വൈദ്യനാഥ് മിശ്ര ആണ് നാഗാർജുൻ്റെ ശരിയായിട്ടുള്ള വാസ്തവിക നാമം എന്ന് പറയുന്നത് വൈദ്യനാഥ് മിശ്ര ആണ്. ഓക്കെ, അടുത്തത്, അഹമ്മദ് ദോസ്ത് കെ സാത്ത് അപ്നെ ഘർ ഗയ. യഹാം അപ്നെ ഘർ കാ മത്ലബ് ക്യാ ഹേ. അഹമ്മദ് കൂട്ടുകാരോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോയി, അതാണ് ഇതിലെ അർത്ഥം വരുന്നത്. ഇതിൽ അപ്നെ ഘർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇതിൽ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്നാ ഘർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അപ്നെ ഘർ എന്താണ് ശരിക്കും മീൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ദോസ്തിൻ്റെ വീടാണോ? ദോസ്ത് കാ ഘർ കിസി ദൂസരേ കാ ഘർ, മറ്റാരുടെയോ വീടാണോ, അല്ലെങ്കിൽ അഹമ്മദിൻ്റെ തന്നെ വീടാണോ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ഒന്നും അല്ല എന്ത് അപ്നെ ഘർ എന്ന് പറയുന്നത്. പക്ഷേ ആൻസർ എന്ന് പറയുന്നത് അഹമ്മദ് ദോസ് കൂട്ടുകാരോടൊപ്പം തൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പം ആരെ വീട്ടിലേക്കാണ് ഇവിടെ പോയിട്ടുള്ളത്? അപ്നാ ഘർ. അപ്പം അഹമ്മദ് കാ ഘർ ആണ് ഇതിലൂടെ അപ്നെ ഘർ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ശബ്ദത്തിൻ്റെ അർത്ഥം. അടുത്തത്, പൂസ് കി രാത്ത് കാ മുഖ്യ പ്രതിപാദ്യ വിഷയം. പൂസ് കി രാത്ത് എന്ന് പറയുന്ന ആ ഒരു കഹാനിയിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൂസ് കി രാത്ത് എഴുതിയിട്ടുള്ളത് ആരാണ്? പ്രേംചന്ദിൻ്റെ കഹാനിയാണ് പൂസ് കി രാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പൂസ് കി രാത്തിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു മുഖ്യ വിഷയം ഏതാണ്?
കൃഷക് ജീവൻ, രാജനീതി, അൻമേൽ വിവാഹ്, ദഹേജ് പ്രഥ. അപ്പം പൂസ്കി രാഗത്തിനകത്ത് പ്രേംചന്ദ്ജി എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു കിസാന്റെ കർഷകന്മാരുടെ സമസ്യയാണ് അദ്ദേഹം മെയിനായിട്ട് ആ ഒരു കഹാനിയിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. രാജനീതി ആയിട്ടുള്ളതല്ല. അൻമേൽ വിവാഹം, ദഹേജ് പ്രഥയുള്ളത് അദ്ദേഹത്തിന്റെ ഉപന്യാസം നിർമ്മലയ്ക്കകത്താണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത്, കൃഷക് ജീവൻ. സൂർദാസ് കി രചന സൂർസാഗർ കെ കിത്തനെ ഭാഗ് ഹെ? സൂർദാസിന്റെ രചനയായിട്ടുള്ള സൂർസാഗറിൽ എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? 5, 7, 4, 8. അപ്പോൾ അതിൽ സൂർസാഗറിൽ എത്ര? 5 ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ 5 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, ജയശങ്കർ പ്രസാദ് കാ നാടക് സ്കന്ദഗുപ്ത് കിസ് പ്രകാർ കാ ഹെ? അതായത് ജയശങ്കർ പ്രസാദിന്റെ രചന നാടകം ഉണ്ടല്ലോ, അതായത് സ്കന്ദഗുപ്ത് എന്ന് പറഞ്ഞിട്ടുള്ള നാടകം എന്ത് തരത്തിലുള്ള രചനയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൗരാണിക, ഐതിഹാസിക, മനോവൈജ്ഞാനിക, അനൂദിക. അതൊരു എന്ത് തരം നാടകമാണ്? അതൊരു ഐതിഹാസിക നാടകമാണ്. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ഗുപ്ത രാജവംശം അതുപോലെ തന്നെ മാൾവ രാജവംശത്തിൻ്റെയും ആ ഒരു റിലേഷൻ, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഐതിഹാസിക നാടകത്തിൻ്റെ രൂപത്തിൽ ഈ ഒരു സ്കന്ദഗുപ്തനെ കാണാൻ സാധിക്കും. ഓക്കെ, അടുത്തത്, निराला की किस कविता में പ്രകൃതി പർ മാനവ ചേതന കാ ആരോപ് സ്യാദാ ഹുവ? അപ്പം നിരാലയുടെ തന്നിരിക്കുന്ന കവിതകളിൽ ഏതിലാണ് പ്രകൃതി പർ മാനവ ചേതന, പ്രകൃതിയിൽ മനുഷ്യൻ്റെ ആ ഒരു സാന്നിധ്യം ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏത് കവിതകളിലാണ്? സരോജ് സ്മൃതി, ജൂഹി കി കലി, ഭിക്ഷുക്, തോടത്തി പത്തർ. ഇതിലൊക്കെ ഏകദേശം ഒരു മാനവതാവാദി ദർശനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം സരോജ സ്മൃതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകള്, നിരാലയുടെ മകള് സരോജ മരിച്ചതിന് ശേഷം എഴുതിയിട്ടുള്ള ഒരു ശോകഗീതമാണ്. പിന്നീട് വന്നിട്ടുള്ളത് ജൂഹി കി കലി, ഭിക്ഷുക്, തോടത്തി പത്തർ തുടങ്ങിയവയാണ്. അപ്പം സരോജ സ്മൃതി ഹിന്ദിയിലെ ഒരു ശോകഗീതമായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ ജൂഹി കി കലിക്കകത്ത് ഒരു മുല്ലമുട്ടും അതുപോലെ തന്നെ പവനും കാറ്റും തമ്മിലുള്ള ഒരു പ്രണയബന്ധമാണ് നിരാലാജി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഭിക്ഷുക് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ ഒരു ഭിക്ഷക്കാരൻ്റെ യഥാർത്ഥ ജീവിതം, അവർ സഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഭിക്ഷുവിനകത്ത് നിരാലാജി പറഞ്ഞിട്ടുള്ളത്. തോടത്തി പത്തറിനകത്ത് ഒരു ശ്രമിക യുവതി, അതായത് ഒരു ദളിത് അല്ലെങ്കിൽ എന്താ പറയുക വളരെ സമൂഹത്തിന് താഴെ നിലയിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ശ്രമിക യുവതിയുടെ ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇതിൽ നിരാലാജി തോടത്തി പത്തറിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രകൃതി പർ മാനവചേതന. അപ്പോൾ പ്രകൃതിയിൽ മനുഷ്യൻ്റെ ആ ഒരു സാന്നിധ്യം അറിയുന്ന അദ്ദേഹത്തിന്റെ കവിത ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ജൂഹി കി കലിയാണ്. ജൂഹി കി കലി എന്ന് പറയുന്നതാണ് ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ജൂഹി കി കലിയെ ഒരു പ്രേമികയായിട്ട് ഈ ഒരു അദ്ദേഹത്തിന്റെ കവിതയിലെ നായികയായിട്ടും അതുപോലെ തന്നെ പവനെ, കാറ്റിനെ അദ്ദേഹം ഈ കവിതയുടെ ഒരു നായകനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുന്നത് മനുഷ്യനെ പോലെ ഒരു വിയോഗവും സംയോഗവും ചേർന്നിട്ടുള്ള ഒരു രസത്തിലൂടെയൊക്കെയാണ് അദ്ദേഹം നിരാലാജി ഈ ഒരു കവിത അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ മാനവചേതന കാണിച്ചിട്ടുള്ള നിരാലാജിയുടെ കവിത എന്ന് പറയുന്നത് ഈ ജൂഹി കി കലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൈഥിലി ശരൺ ഗുപ്ത് की रचना साकेत में किसको प्रधानता दी गई है? മൈഥിലി ശരൺ ഗുപ്തിന്റെ രചന സാകേതിനകത്ത് തന്നിരിക്കുന്നതിൽ ഏതിലാണ് ആർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ് ചോദ്യം. സീതാക്കോ, ഊർമിളാക്കോ, വാസവ ദത്താക്കോ, രാംകോ? അപ്പം സാകേത് എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു രാമായണ രൂപത്തിലുള്ളൊരു രചനയാണ്. അപ്പം അതിനകത്ത് ആർക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്? സീതയ്ക്കോ, ഊർമിളയ്ക്കോ, വാസവദത്തയ്ക്കോ, അതോ രാമനോ? അപ്പം രാമായണം എന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കാതെ രാമനോ സീതയ്ക്കോ ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കുന്നതാണ്. പക്ഷെ അത് രാമനോ സീതയ്ക്കോ അല്ല, അത് ഊർമിള എന്ന് പറയുന്നത് ലക്ഷ്മണൻ, രാമന്റെ സഹോദരൻ ലക്ഷ്മണന്റെ ഭാര്യയാണ് ഊർമിള എന്ന് പറയുന്നത്. അപ്പം ഇവരൊരു നവവധുവാണ്. അപ്പം കല്യാണത്തിന് ശേഷം ഇവർക്ക് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു സമയത്താണ് രാമന് വനവാസത്തിന് പോകേണ്ട ആ ഒരു അവസരം ഉണ്ടായിട്ടുള്ളത്. അപ്പം ലക്ഷ്മണൻ കൂടെ പോകാൻ വേണ്ടി തയ്യാറായപ്പം നവവധുവായിട്ടുള്ള ഊർമിളയുടെ ആ സങ്കടമാണ് ഇതിൽ സാകേതിനകത്ത് ആര് പറഞ്ഞിട്ടുള്ളത്? മൈഥിലി ശരൺ ഗുപ്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അടുത്തത്, ആഷാഢ് കാ ഏക് ദിൻ നാടക കി നാരി പാത്ര കോൻ ഹെ? അപ്പം ആഷാഢ് കാ ഏക് ദിൻ എന്ന് പറഞ്ഞിട്ടുള്ള നാടകത്തിനകത്ത് സ്ത്രീ പാത്രം ഏതാണെന്നാണ് ചോദ്യം. ആഷാഢ് കാ ഏക് ദിൻ എഴുതിയിട്ടുള്ളത് ആരാണ്? മോഹൻ രാകേഷ് ആണ്. മോഹൻ രാകേഷിന്റെ നാടകമാണ് ആഷാഢ് കാ ഏക് ദിൻ. അപ്പം അതിലുള്ള സ്ത്രീ പാത്രം മല്ലിക, ദേവകി, ജയമാല, ദേവസേന. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ആഷാഢ് കാ ഏക് ദിനുള്ള ഹീറോയിൻ അല്ലെങ്കിൽ നായിക എന്ന് പറയുന്നത് മല്ലികയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്തത്, സംരചന की दृष्टि से सही रूप कौन सा है? സംരചനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ രൂപം ഏതാണ്? ചുഹിയ കോ മാര, ചുഹിയെ കോ മാര, ചുഹിയേം കോ മാര,
ചുഹിയാം കോ മാര. അപ്പൊ ചുഹിയ എന്ന് പറയുന്നത് എലിയ, എലിയുടെ സ്ത്രീലിംഗമാണ് ചുഹിയ എന്ന് പറയുന്നത്. ചൂഹ പുല്ലിംഗം, ചുഹിയ സ്ത്രീലിംഗം. അപ്പൊ ചുഹിയാക്കോ മാര എന്നുള്ളതാണോ ചുഹിയേക്കോ മാര, ചുഹിയേം കോ മാര, ചുഹിയാം കോ മാര. അപ്പം ഈ സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ രൂപമാണ് എന്ത് ചുഹിയാം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താ കാര്യമാണ്, ഏത് ബഹുവചനം, സ്ത്രീലിംഗ ബഹുവചനം ആയിക്കോട്ടെ ഏത് ബഹുവചനം ആയിക്കോട്ടെ, അതിന്റെ കൂടെ പ്രത്യേകിച്ച് ഒരു വിഭക്തി പ്രത്യയം വരുമ്പോൾ അത് യാം എന്നുള്ളത് എന്താവും ഓമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. പിന്നെ സ്ത്രീലിംഗമാണെന്ന് പറഞ്ഞു. അപ്പം ഇതിപ്പം പുല്ലിംഗ ബഹുവചനത്തിലേക്ക് ആക്കുകയാണെങ്കിൽ തന്നെ അത് ചൂഹേന്നേ ആവുള്ളൂ. അപ്പം ചുഹിയേ എന്നുള്ളതും ചുഹിയേം എന്നുള്ളതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും തെറ്റാണ്. പിന്നീടുള്ളതാണ് ചുഹിയാക്കോമാര. അതാണ് ഇതിലെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. സംരചനാക്ക ദൃഷ്ടിസെ സഹി രൂപം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ചുഹിയാക്കോമാര എന്നുള്ളതാണ്. അടുത്തത് ദ്വിവേദി യുഗಕ್ಕೆ സംബന്ധമേ സഹി പ്രസ്താവ് കോൺസാ ഹെ. ദ്വിവേദി യുഗന്റെ അടിസ്ഥാനത്തിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ്വിവേദി യുഗന്റെ സമയപരിധി എത്രയാണ്? 1900 മുതൽ 1918 വരെയുള്ള ആ ഒരു സമയത്തെയാണ് ദ്വിവേദി യുഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിൽ ആ ഒരു യുഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഭാരതേന്ദു യുഗಕ್ಕೆ पहले का है घड़ी बोली साहित्य का खूब विकास हुआ. द्विवेदी युग का नामकरण हजारी प्रसाद द्विवेदी से जुड़ा है. സരസ്വതി പത്രിക കാ ഇസ് യുഗമേ സംബന്ധ ഹെ. അപ്പം നമുക്ക് അറിയാൻ പറ്റും ഭാരതേന്ദു യുഗിന്റെ മുന്നേ ഉള്ള കാലഘട്ടത്തെയാണോ ദ്വിവേദി യുഗം എന്ന് പറയുന്നത്? അല്ല, ഭാരതേന്ദു യുഗത്തിന് ശേഷമുള്ള കാലഘട്ടമാണ് നമ്മൾ ദ്വിവേദി യുഗം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദ്വിവേദി യുഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ തെറ്റാണ്. ഭാരതേന്ദു യുഗത്തിന് ശേഷമുള്ള യുഗമാണ് ദ്വിവേദി യുഗം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഘടി ബോലി സാഹിത്യക ഖൂബ് വികാസ് ഹുവ. ഘടി ബോലി സാഹിത്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഈ ദ്വിവേദി യുഗത്തിനകത്താണ്. അത് ശരിയാണോ എന്നുള്ളതാണ്. അപ്പം അത് ശരിയാണ്. കാരണം മഹാവീർ പ്രസാദ് ദ്വിവേദി എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഘടി ബോലിക്കും അതുപോലെ തന്നെ വ്യാകരണ ശുദ്ധിക്കൊക്കെയാണ് മഹാവീർ പ്രസാദ് ദ്വിവേദി കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഘടി ബോലി സാഹിത്യക ഖൂബ് വികാസ് ഹുവ ഏത് യുഗത്തിലാണ്? ദ്വിവേദി യുഗത്തിൽ. അപ്പോൾ ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ്. പിന്നെ അടുത്തത് ദ്വിവേദി യുഗ കാ നാമകरण ഹസാരി പ്രസാദ് ദ്വിവേദി സെ ജുഡാ ഹെ. ദ്വിവേദി യുഗം എന്നുള്ള ആ ഒരു ദ്വിവേദി എന്ന് പറയുന്നത് ഹസാരി പ്രസാദ് ദ്വിവേദി എന്ന് പറഞ്ഞിട്ടുള്ള ആ അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് തെറ്റാണ്. കാരണം ഹസാരി പ്രസാദ് ദ്വിവേദി അല്ല, മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ പേരിന്റെ കൂടെയാണ് ഈ ഒരു യുഗം ചേർന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മഹാവീർ പ്രസാദ് ദ്വിവേദിന്റെ കൂടെയാണ് ഈ ഒരു നാമകരണം സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സരസ്വതി പത്രിക കാ ഇസ് യുഗമേ സംബന്ധം ഹെ. അപ്പം അതായത് ഈ യുഗത്തിൽ ദ്വിവേദി യുഗത്തിൽ സരസ്വതി പത്രികയുടെ സമ്പാദനം നടന്നിട്ടുണ്ട്. കാരണം 1900 സരസ്വതി പത്രികയുടെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ സരസ്വതി പത്രിക ഈ ഒരു യുഗമായിട്ട് ആരാണ്? മഹാവീർ പ്രസാദ് ദ്വിവേദി 1903 സരസ്വതി പത്രികയുടെ സമ്പാദകത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഓപ്ഷൻ ഡിയും കറക്റ്റ് ആൻസർ ആണ്. അപ്പം ദ്വിവേദി യുഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ ഉത്തരം, ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിയും ഡിയുമാണ്. ഓക്കെ, അപ്പം ഇതിൽ ബിയും ഡിയും വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. ബിയും ഡിയുമാണ് ഇതിലെ ശരിയായ ഉത്തരം. അടുത്തത് ഏക് പന്ത് ദോ കാജ് ലോകോക്തിക ആശയ. ഏക് പന്ത് ദോ കാജ് എന്ന് പറഞ്ഞാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. അപ്പം അതിലുള്ള ആ ഒരു ലോകോക്തിയുടെ ആശയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോയി ലാഭന മിൽനേവാല കാം, അതായത് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നും കിട്ടാത്തൊരു ജോലി. ഏക് ഹി കാമസേ ദോ ലാഭ് ഹോന, ഒരു ജോലിയിൽ രണ്ട് ലാഭം ഉണ്ടാകുക. അധക് പരിശ്രമ കരണേസെ ലാഭം മിൽത്താ ഹെ, നിരന്തരമായ പരിശ്രമത്തിലൂടെ ലാഭം പ്രോഫിറ്റ് ലഭിക്കുന്നു. കാം കർത്തേ കർത്തേ ധക് ജാന, ജോലി ചെയ്ത് എന്താണ് ക്ഷീണിച്ചു പോവുക. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏക്ക് പന്ത് ദോ കാജ്, ഒരു വെടിക്ക് രണ്ട് പക്ഷി. അപ്പം ഇതിൽ ആ ഒരു ലോകോക്തിയായി ബന്ധപ്പെട്ടുള്ള ആശയം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏക്ക് ഹി കാംസേ ദോ ലാഭ്, ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഒരു ജോലിക്ക് രണ്ട് ലാഭം. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത് ഇൻമേ മന്നു ഭണ്ഡാരി കെ ഉപന്യാസ് ആപ്കാ ബണ്ടി മേ ഭണ്ടി ക്യാ ചാത്ത ഹെ. മന്നു ഭണ്ഡാരിയുടെ ഉപന്യാസമാണ് ആപ്കാ ബണ്ടി എന്ന് പറയുന്നത്. അതിൽ ഭണ്ടി എന്ന് പറയുന്നത് ആണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ഈ ഭണ്ടി 9 വയസ്സായ ഒരു എന്താ പറയുക ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയുടെ കഥയാണ് ഈ മന്നു ഭണ്ഡാരി ആപ്കാ ബണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ ബണ്ടി എന്താണ് ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ. ഉസ്കെ മാതാപിതാ ദോനും സാത്ത് രഹേ, उसे अच्छी नौकरी मिल जाए, अपने माता पिता से अलग रहे, नौकरी मिलने विदेश चला जाए.
അപ്പം ബണ്ടി എന്താണ് ഇതിൽ ആഗ്രഹിക്കുന്നത്? ഓപ്ഷൻ എ, അപ്പനെ മാതാപിതാ ദോനോ സാത്ത് രഹേ. അതായത് അതിൽ അദ്ദേഹത്തിന്, അതായത് ബണ്ടിയുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആവാൻ വേണ്ടി പോകുന്ന നേരം ബണ്ടി ആഗ്രഹിക്കുന്നത് എന്താണ്? അച്ഛൻ്റെ അമ്മേൻ്റെ ആ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ, ഉസ്കെ മാതാപിതാ ദോനോ സാത്ത് രഹേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, രാജ്ഭാഷ സി ക്യാ താത്പര്യ ഹെ. രാജ്ഭാഷ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സർക്കാരി കാംകാജ് കി ഭാഷ, മാനക് ഭാഷ, മാതൃഭാഷ, സമ്പർക്ക് ഭാഷ. സർക്കാരി കാംകാജ് ഭാഷ, ഈ സർക്കാർ ഉപയോഗങ്ങൾ, സർക്കാർ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയാണോ രാജ്ഭാഷ, അല്ലെങ്കിൽ മാനക് ഭാഷ, അതായത് ഏതെങ്കിലും ഒരു ക്ഷേത്രം, ഇപ്പം ശിക്ഷാക്ഷേത്രം ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ സർവമാന്യ ഭാഷയാണ് നമ്മൾ മാനക് ഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാതൃഭാഷ, അതെല്ലാവരുടെയും മെയിൻ ബേസിക് ലാംഗ്വേജ് ആണ് മാതൃഭാഷ എന്ന് പറയുന്നത്. പിന്നെ സമ്പർക്ക ഭാഷ, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ്. അപ്പോൾ അതിൽ രാജ്ഭാഷ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? സർക്കാരി കാംകാജ് കി ഭാഷ എന്നാണ് രാജ്ഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത്, സർട്ടിഫിക്കറ്റ് കാ ഹിന്ദി ശബ്ദ. സർട്ടിഫിക്കറ്റിന്റെ ഹിന്ദി ശബ്ദം ഏതാണ്? പ്രമാൺ പത്ര, പരിപത്ര, പ്രപത്ര, പ്രാമാണിക. തന്നിരിക്കുന്നതിൽ സർട്ടിഫിക്കറ്റിനോട് യോജിക്കുന്ന ആ ഒരു ഹിന്ദി ശബ്ദം ഏതാണ്? അത് പ്രമാൺ പത്രമാണ്. പ്രമാൺ പത്രമാണ് സർട്ടിഫിക്കറ്റിന്റെ ഹിന്ദി രൂപം. പരിപത്രം എന്ന് പറഞ്ഞാൽ സർക്കുലർ, പ്രപത്രം എന്ന് പറഞ്ഞാൽ ഫോം, പ്രാമാണികം എന്ന് പറയുന്നത് ഒതന്റിക് അല്ലെങ്കിൽ ജെനുവിൻ എന്നൊക്കെ പറയുന്നതിന് ഉദ്ദേശിക്കുന്നതാണ് ഈ പ്രാമാണികം എന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദം. അപ്പോൾ ഓപ്ഷൻ എ ആണ് സർട്ടിഫിക്കറ്റിന് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത്. അടുത്തത്, പ്രഥം രശ്മി കാ ആന രംഗിനി തൂനെ കൈസെ പഹചാന, കഹാ കഹാ ഹേ ബാൽ വിഹംഗിനി, പായാ തൂനെ വഹ് ഗാന. യഹാ ബാൽ വിഹംഗിനി സെ ക്യാ താത്പര്യ ഹേ. ബാൽ വിഹംഗിനി ഇത് ഏത് കവിതയാണ്? നമ്മുടെ സുമിത്രാനന്ദൻ പന്തിന്റെ കവിത പ്രഥം രശ്മിയാണ്. അപ്പം അതിൽ ബാലി വിഹംഗണി ഉദ്ദേശിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നന്നി ചിടിയ, ചോട്ടി ലതായും, സൂര്യക്ക് കിരണയും, മധുരസ്വർ. അപ്പം നന്നി ചിടിയ എന്നുള്ളതാണ് ഇതിൽ ബാലി വിഹംഗണി എന്നുള്ള രൂപത്തിൽ സുമിത്രാനന്ദൻ പന്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു നന്നി ചിടിയോട് ചോദിക്കുകയാണ്, ഇത്ര നേരത്തെ നീ എങ്ങനെ അറിഞ്ഞു പ്രഥം രശ്മി, ആദ്യത്തെ ആ ഒരു കിരണം ഉണ്ടാവുന്നത് നീ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ആ ഒരു തീമിലാണ് ഈ പ്രഥം രശ്മി കവിത മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നന്നി ചിടിയാണ് ഇവിടെ ബാൽ വിഹംഗിണി എന്നുള്ള ആ ഒരു ശബ്ദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അടുത്തത്, കബീർ കി ഗുരു കോൺ മാൻ ജാത്തെ ഹെ. അപ്പം കബീറിന്റെ ഗുരു തന്നിരിക്കുന്നതിൽ ആരാണ്? പരമാനന്ദ്, വല്ലഭാചാര്യ, രാമാനന്ദ്, നരഹരിദാസ്. കബീറിന്റെ ഗുരു എന്ന് പറയുന്നത് രാമാനന്ദാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത്, വ്യാകരണിക് ദൃഷ്ടി സെ സഹി വാക്യ കോൺസാ ഹെ. ഗ്രാമാറ്റിക്കലി ശരിയായിട്ടുള്ള വാക്യം ഏതാണെന്നാണ് ചോദ്യം. വിദ്യാർത്ഥിനെ കോശിഷ് കി, വിദ്യാർത്ഥിനെ മെഹനത്ത് കിയ, വിദ്യാർത്ഥിനെ പരിശ്രം കി, വിദ്യാർത്ഥിനെ പ്രയത്നിക്കുക. അപ്പോൾ ഈ 4 വാക്യത്തിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? വ്യാകരണിക സംബന്ധി, അതായത് ഗ്രാമാറ്റിക്കലി ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് എന്താണ്? ഇതിനൊക്കെ ഏകദേശം ഒരേ ഒരു മീനിങ് ആണ് വരുന്നത്. കോശിഷ്, മെഹനത്ത്, പ്രയത്നം, പരിശ്രമം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ പ്രയത്നം, അധ്വാനം തുടങ്ങിയിട്ടുള്ള ഏകദേശം ഒരേ ഒരു അർത്ഥം വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇതിൽ വിദ്യാർത്ഥിനെ എന്നുള്ളത് എല്ലായിടത്തും കോമൺ ആണ്. പിന്നീട് മാറ്റം വരുന്നത് കോശിഷ്, മെഹനത്ത്, പരിശ്രം, പ്രയത്നം. ഇതിൽ 4ലാണ് മാറ്റം വരുന്നത്. കോശിഷ് എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, മെഹനത്തും സ്ത്രീലിംഗമാണ്, പരിശ്രം പുല്ലിംഗമാണ്, പ്രയത്നം പുല്ലിംഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിനെ കോശിഷ് കി, അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീലിംഗത്തിനനുസരിച്ചിട്ട് ഇവിടുത്തെ ക്രിയ മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആൻസറാണ്. ഇവിടെ ഉള്ള പ്രശ്നം എന്താണ്? വിദ്യാർത്ഥിനെ മെഹനത്ത് കിയ, ഇത് സ്ത്രീലിംഗമാണെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്രിയ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? പുല്ലിംഗത്തിനെയാണ് ദ്യോതിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കിയ എന്നല്ല വേണ്ടിയിരുന്നത്, അവിടെ കീ എന്നാണ് വേണ്ടിയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ബി തെറ്റാണ്. അടുത്തത്, വിദ്യാർത്ഥിനെ പരിശ്രം കി. പരിശ്രം കീ എന്ന് പറയുന്നത് എന്താണ്? ഈ കീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായാലും സ്ത്രീലിംഗത്തിനെ ദ്യോതിപ്പിക്കാനുള്ളതാണ്. പരിശ്രം എന്ന് പറയുന്നതും പ്രയത്നം എന്ന് പറയുന്നത് എന്താണ്? പുല്ലിംഗമാണ്. അപ്പൊ കീ എന്നുള്ള സ്ഥാനത്ത് കിയ ആണ് വേണ്ടിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിയും ഡിയും തെറ്റാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിദ്യാർത്ഥിനെ കോശിഷ് കി. ഇവിടെ കോശിഷ് സ്ത്രീലിംഗമാണ്, അതിനനുസരിച്ച് ഇവിടെ ക്രിയയും മാറ്റിയിട്ടുണ്ട്. അപ്പം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ബിഹാരി സത്സേമിം അഭിവ്യക്ത്
മോല് രസ് ക്യാ ഹേ. ബിഹാരി സത്സ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൃതിയിൽ എന്ത് തരം രസമാണ് കൂടുതൽ, എന്താണ് ഏത് തരം രസമാണ് കൂടുതൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്, അതാണ് ക്വസ്റ്റ്യൻ. ബിഹാരി സത്സ എന്ന് പറയുന്നത് ബിഹാരി ലാലിൻ്റെ രചനയാണ്. അത് ഒരു മുക്ത കാവ്യമാണ്. പിന്നെന്താണ്, അതൊരു 713 ദോഹകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കാവ്യമാണ് ബിഹാരി ലാലിൻ്റെ ബിഹാരി സത്സ എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് തരം രസമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ശൃംഗാര്, ഹാസ്യ, കരുണ്, ശാന്ത്. അതിൽ ശൃംഗാരാണ് ശരിയായിട്ടുള്ള ഉത്തരം. കാരണം ബിഹാരി ലാൽ അതിനകത്ത് ശൃംഗാര, ഭക്തി, നീതി ഈ മൂന്നിൻ്റെയും ത്രിവേണിയാണ് ഈ ഒരു ബിഹാരി സത്സയ്ക്കകത്ത് ബിഹാരി ലാൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ശൃംഗാരാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹാസ്യ, കരുണ്, ശാന്ത് ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു രചനയിൽ കൂടുതലായിട്ട് കാണാൻ പറ്റില്ല. ശൃംഗാര, ഭക്തി, നീതി ഇതിൻ്റെ ത്രിവേണിയാണ് ബിഹാരി സത്സ എന്ന് പറയുന്നത്. അടുത്തത് താരസപ്തക കവി ഇൻമേ കോൻ ഹേ. താരസപ്തകിൽ തന്നിട്ടുള്ളവരിൽ ആരാണ് താരസപ്തകിലെ കവികൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, താരസപ്തകം എന്ന് പറഞ്ഞാൽ അഗ്ഗേ ദ്വാര സമ്പാദിത പത്രിക ഹേ. താരസപ്തകിന് എത്ര ഭാഗങ്ങളുണ്ട്? 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് 1943, പിന്നെ 1951, പിന്നെ 59. തൃതീയ സപ്തക് 1959, ചൗദ സപ്തക് 1979. അങ്ങനെ 4 ഭാഗങ്ങളിലായിട്ടാണ് ഈ താരസപ്തക് വന്നിട്ടുള്ളത്. അപ്പം അതിൽ ഈ തന്നിട്ടുള്ളവരിൽ ഏത് കവിയാണ് താരസപ്തകിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൈഥിലി ശരൺ ഗുപ്ത്, ഗജാനൻ മാധവ് മുക്തിബോധ്, മാഖൻലാൽ ചതുർവേദി, രാംധാരി സിംഗ് ദിനകർ. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഗജാനൻ മാധവ് മുക്തിബോധാണ് പ്രയോഗവാദിൽ, അതായത് താരസപ്തകിനകത്തുള്ള ഒരു കവി എന്ന് പറയുന്നത്. ഇദ്ദേഹം പ്രഥം താരസപ്തകിൽ, അതായത് 1943 ഉണ്ടായിട്ടുള്ള താരസപ്തകിനകത്തുള്ള കവിയാണ് ഗജാനൻ മാധവ് മുക്തിബോധ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ത്രീലിംഗ ശബ്ദ കോൺസാ ഹേ. തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ ശബ്ദം ഏതാണ്? പക്ഷി, പഞ്ചി, വാണി, മോത്തി. അപ്പം തന്നിട്ടുള്ളതിൽ സ്ത്രീലിംഗ ശബ്ദം എന്ന് പറയുന്നത് വാണിയാണ്. അപ്പം വാണിയാണ് ഇതിൽ തന്നിട്ടുള്ള സ്ത്രീലിംഗ ശബ്ദം. അപ്പോൾ ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് പ്രത്യേക ബച്ച ഭാഷ अर्जन युक्ति लेकर पैदा होता है, इससे उसमें जन्म से ही ഭാഷ सीखने की क्षमता होती है, इस युक्ति के प्रणेता कौन है? അതായത് ഒരു കുട്ടി ജനിക്കുന്ന നേരം അവരിൽ എന്തുണ്ട്? ഭാഷ പഠിക്കാനുള്ള ആ ഒരു ക്ഷമത ഉണ്ടാവും എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവനയുടെ ഉപജ്ഞാതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പം തൊട്ട് ആ കുട്ടിയിൽ ഭാഷ പഠിക്കാനുള്ള ആ ഒരു ക്ഷമത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നോം ചോംസ്കി, സ്കിന്നർ, വാട്സൺ, ബ്രൂണർ. അപ്പോൾ അങ്ങനത്തെ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? നോം ചോംസ്കിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കുട്ടി ജനിക്കുമ്പം തൊട്ട് ആ കുട്ടിയിൽ എന്തുണ്ട്? ഭാഷ പഠിക്കാനുള്ള ആ ഒരു കഴിവ് ഒരു കുട്ടിക്ക് ഉണ്ടാവും. അത് പറഞ്ഞിട്ടുള്ളത് നോം ചോംസ്കിയാണ്. അടുത്തത് ഗ്രാഹ്യാത്മക ഭാഷായി കൗശൽ ക്യാ ക്യാ ഹേ. ഗ്രാഹ്യാത്മക ഭാഷായി കൗശൽ, അതായത് നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ എത്രത്തോളം ഹൃദ്യസ്ഥമാക്കുന്നു എന്നുള്ള ആ ഒരു ഭാഷായി കൗശൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ലിഖ്ന ഓർ പഠന, ബോൽന ഓർ ലിഖ്ന, സുനന ഓർ പഠന, ഉപരുക്ത സഭി. തന്നിട്ടുള്ളതിൽ 3. അപ്പം ലിഖ്ന ഓർ പഠന എന്ന് പറഞ്ഞിട്ട് എഴുതി പഠിക്കുക, ബോൽന ലിഖ്ന പറഞ്ഞെഴുതുക, സുനന ഓർ പഠന കേട്ട് പഠിക്കുക. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്ന ഏതാണ്? ഗ്രാഹ്യാത്മക ഭാഷായി കൗശൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. സുനന ഓർ പഠനയാണ് ഏറ്റവും കൂടുതൽ ഗ്രാഹ്യാത്മക ഭാഷായി കൗശൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, സുനന ഓർ പഠന, കേട്ട് പഠിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നിബന്ധാത്മക പരീക്ഷയ്ക്ക് സംബന്ധമേ ഗലത് പ്രസ്താവ് കോൺസാ ഹേ. നിബന്ധാത്മക പരീക്ഷയിൽ തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. അപ്പം നിബന്ധാത്മക പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ്, അതായത് പരീക്ഷകൾ പലതരത്തിലുണ്ട്. എസ് ടൈപ്പ്, 1 വേർഡ്, ഷോർട്ട് ആൻസർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിബന്ധാത്മക പരീക്ഷ എന്ന് പറഞ്ഞാൽ എസ് ടൈപ്പാണ്. കുറേ നിബന്ധ രൂപത്തിൽ എഴുതേണ്ട പരീക്ഷകളാണ് നിബന്ധാത്മക പരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ യോജിക്കാത്തത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ്. छात्रों की लेखन क्षमता का परिचय मिलता है, छात्रों की भाषागत त्रुटियों उत्तर देने में बाधक बनती है, यह वस्तुनिष्ठ होती है, इनमें से कोई नहीं. അപ്പം ഒരു നിബന്ധാത്മക പരീക്ഷയിൽ എയും ബിയും അനുകൂലമായിട്ടുള്ള കാര്യമാണ്.
ഓക്കെ, ഛാത്രോം കി ലേഖൻ ക്ഷമത ക പരിചയം മിൽത്താ ഹെ. ഒരു എസ് എഴുതി പഠിക്കുന്നതിലൂടെ എന്താണ് എഴുത്ത് എന്നുള്ള ആ ഒരു കാര്യം, ആ ഒരു കല വികസിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഛാത്രോം കി ഭാഷാഗത ത്രുടിയും ഉത്തർ ദേനേമേ ബാധക ബൻതി ഹെ. അപ്പം ഭാഷാഗത ത്രുടികൾ, അങ്ങനത്തെ തെറ്റുകളൊക്കെ ഇതിൽ തിരുത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ യഹ് വസ്തുനിഷ്ഠ ഹോത്തി ഹെ. പക്ഷെ അത് ഈ നിബന്ധാത്മക, വസ്തുനിഷ്ഠ ഹോത്തി ഹെ അല്ല, അത് നിബന്ധാത്മകമായിട്ട് യോജിക്കാത്തതാണ്. അപ്പം ഇതിൽ ആൻസർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഗലത്ത് പ്രസ്താവ്, നിബന്ധാത്മക പരീക്ഷയിൽ യോജിക്കാത്തത് ഏതാണെന്നാണ്. അത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് छात्रों को बहु ऐन्द्रिय अनुभव प्रदान करने के लिए सबसे उपयुक्त इनमें कौन सा है, अല്ലെ इनमें क्या है? ഛാത്രോംക്ക് ബഹു ഐന്ദ്രിയം, അതായത് കുട്ടികൾക്ക് ഒരേ സമയം ബഹു ഐന്ദ്രിയം, എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു ഉപകരണം, ആ ഒരു ഉപയുക്ത ഇൻമേ കോൺസാ ഹെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാമഫോൺ, ശ്യാമപട്ട്, മാനചിത്ര, ഭാഷാ പ്രയോഗശാല. ഗ്രാമഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ശ്രവ്യ സാമഗ്രി, അത് ചെവിയിൽ മാത്രമേ അത്, ആ ഒരു ചെവി എന്ന് പറഞ്ഞ ഇന്ദ്രിയത്തിന് മാത്രമേ അതൊരു ഉപയോഗമാവുന്നുള്ളൂ. പിന്നെ ശ്യാമപട്ട് ബ്ലാക്ക് ബോർഡാണ്, അതായത് കാണാനുള്ളതാണ്. മാനചിത്രം ഇമാജിനറിയാണ്, അത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ കാണുന്നതിനാണ് മാനചിത്രം പറയുന്നത്. ഭാഷാ പ്രയോഗശാല എന്ന് പറഞ്ഞാൽ ഭാഷാ പ്രയോഗശാലയിനകത്ത് എന്തൊക്കെ വരും? ലിഖ്ന, അതായത് എഴുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കല വരും. കാണുക, കേൾക്കുക, പറയുക തുടങ്ങി ബഹു ഐന്ദ്രിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏത് പ്രക്രിയക്കകത്താ? അത് ഓപ്ഷൻ ഡി, ഭാഷാ പ്രയോഗശാലയ്ക്കകത്താണ്. എന്ത്? കുട്ടികളുടെ ബഹു ഐന്ദ്രിക അനുഭവം പ്രദാനം ചെയ്യാൻ സാധിക്കുന്നത് ഏതിനകത്താണ്? ഭാഷാ പ്രയോഗശാലയ്ക്കകത്താണ്. ഭാഷ പ്രയോഗിക്കുന്നതിലൂടെയാണ് കുട്ടികളുടെ ബഹു ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ശിക്ഷൺ സാമഗ്രി കാ ഉദാഹരൺ കോൺസാ ഹെ? ശിക്ഷൺ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാമഗ്രിയിലെ ഉദാഹരണം എന്താണെന്നാണ്? ദൃശ്യാഭ്യാസ്, രേഖാചിത്ര, നാടകീകരൺ, സംഘോഷ്ടി. രേഖാചിത്രമാണ് ഇതിൽ കറക്റ്റ് ആൻസർ വരിക. രേഖാചിത്രമാണ് ഇതിൻ്റെ ശിക്ഷൺ സാമഗ്രിയുടെ ഒരു ഉദാഹരണമായിട്ട് കണക്കാക്കുന്നത്. ദൃശ്യാഭാസ്, നാടകീകരൺ, സംഘോഷ്ടി എന്നെല്ലാം പറയുന്നത് ഒരു ദൃശ്യശ്രവ്യ സാമഗ്രിയുടെ രൂപത്തിൽ കണക്കാക്കാം. ഓക്കെ, അപ്പോൾ രേഖാചിത്രമാണ് നമ്മുടെ ശിക്ഷൺ സാമഗ്രിയുടെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തത് शिक्षण के अंतर्गत रुचि के सिद्धांत के संबंध में सबसे अनुकूल कौन सा है? അപ്പം ശിക്ഷണയ്ക്ക്, അതായത് ടീച്ചിങ്ങിൻ്റെ അകത്ത് ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുന്നതിനുള്ള ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്സെ അനുകൂല് തന്നിട്ടുള്ളതിൽ, അതായത് ടീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് തന്നിട്ടുള്ളതിൽ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദൃശ്യ ശ്രവ്യ സാമഗ്രിയോं का उपयोग, आदर्शवाचन का अनुकरण, सीखे हुए भाषाई तत्वों का अभ्यास, പഠിത വിഷയക്ക് പുനരാവൃത്തി. അപ്പോൾ ഒരു ടീച്ചിങ് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിങ്ങോട് കൂടി ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ദൃശ്യശ്രവ്യ സാമഗ്രിയോं का പ്രയോഗം, കാണാനും കേൾക്കാനും പറ്റുന്ന ഒരു ഉപകരണങ്ങളുടെയൊക്കെ പ്രയോഗം. അതായത് നമ്മുടെ സ്കൂളിലൊക്കെ ചിലപ്പോഴൊക്കെ എന്താണ് സിനിമകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശിക്ഷണക്കെ അന്തർഗത്, ആ ഒരു ടീച്ചിങ്ങിൻ്റെ അകത്ത് രുചിക്ക് സിദ്ധാന്തക്കെ സംബന്ധമേ, ആ ഒരു ഇൻട്രസ്റ്റിങ്ങോട് കൂടി പഠിക്കുന്ന ആ ഒരു തിയറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദൃശ്യശ്രവ്യ സാമഗ്രിയോं का പ്രയോഗം, അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. ആദർശവാചൻ का അനുകരണം എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ സ്വയം പറഞ്ഞ് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ആദർശവാചൻ. അതൊന്നും കുട്ടികൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. സീക്കെ ഹുയെ ഭാഷായി തത്വം का അഭ്യാസ്, പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പഠിത വിഷയംക്ക് പുനരാവൃത്തി, പഠിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചെയ്യുക. അപ്പം അതൊന്നും ഇൻട്രസ്റ്റിങ്ങോട് കൂടി പഠിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ തിയറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അത് ദൃശ്യശ്രവ്യ സാമഗ്രിയോं का പ്രയോഗമാണ് ഇതിൽ കറക്റ്റ് ആൻസർ വരിക. അടുത്തത് कक्षा में छात्रों को अधिगम के लिए स्वाभाविक प्रेरणा इनमें किससे मिलती है? कक्षा में छात्रों के अधिगम के लिए स्वाभाविक प्रेरणा इनमें किससे मिलती है? കുട്ടികൾ ക്ലാസ്സിനകത്ത് എന്താണ് ഈ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ എന്താണ് ആ ഒരു പഠനത്തിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഏതാണ്? അതിന് പ്രേരണാദായകമായിട്ടുള്ളത് തന്നിട്ടുള്ളതിൽ ഏതാണ്? ओके, उचित दंड से, शिक्षक की शैक्षिक योग्यता से, शिक्षक केंद्रित विधियों को अपनाने से, खेल विधियों को अपनाने से. ഇതാണ് 4 ഓപ്ഷൻസ്. അത് കുട്ടികൾക്ക് ഈ ഒരു പഠനമായിട്ട് കൂടുതൽ എന്താ പറയുക, കൂടുതൽ ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രേരണാദായകമായിട്ട് വന്നിട്ടുള്ളത്? കുട്ടികളെ ശിക്ഷിച്ചതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു ഇഷ്ടം വരുമോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ശിക്ഷകക്ക് ശൈക്ഷിക യോഗ്യത, ടീച്ചേഴ്സിൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു താല്പര്യമൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയുമില്ല. ശിക്ഷക കേന്ദ്രിത വിധിയോं का अपनाने से, ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു എന്താ പറയുക പാറ്റേൺ പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കുട്ടികൾക്ക്
ഇൻട്രസ്റ്റ് വരില്ല. ഖേൽ വിദ്യാങ്കോ അപ്നാനെ കുട്ടികൾ കളിച്ച് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കക്ഷാമി ഛാത്രോങ്കോ അധികം കെ, അതായത് ക്ലാസ്സിൽ കുട്ടികൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്താണ് ഖേൽ വിദ്യാങ്കോ, കളിച്ച് പഠിക്കാനാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഭാഷ സീഖ്നെ കാ പ്രഥം സോപാൻ ഇൻമേ കോൺ സാ ഹെ, ഭാഷ പഠിക്കുന്നതിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണ്? ലേഖൻ, ശ്രവൺ, ഭാഷൻ, വാചൻ. അപ്പം ഭാഷ പഠിക്കുന്നത് നമ്മൾ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് എന്തിനെ കണക്കാക്കുന്നത്? ശ്രവണാണ്. നമ്മൾ കേട്ടിട്ടാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടായിരിക്കും കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഷ പഠിക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് കാണുന്നത് ശ്രവണിനെയാണ്. छात्रों को अधिगम तक ले जाने का सबसे सफल तरीका इनमें कौन सा है? അതായത് കുട്ടികൾക്ക് ഈ ഒരു എഡ്യൂക്കേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. छात्रों को उचित दंड दिया जाए, छात्रों को अभिप्रेरणा दी जाए, अभिभावकों से शिकायत की जाए, मूल्यांकन करके छात्रों को अंक दिया जाए. കുട്ടികൾക്ക് ആ ഒരു പഠിത്തം, ആ ഒരു എഡ്യൂക്കേഷൻ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും വിജയിച്ചിട്ടുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. കുട്ടികളെ പ്രേരിപ്പിച്ച് കുട്ടികളിൽ പ്രഭാവം ചെലുത്തിയിട്ടൊക്കെയാണ് കുട്ടികളെ പഠിത്തത്തിന് അനുകൂലമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുക. അല്ലാതെ അവരെ ശിക്ഷിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പാരൻസിനോട് പരാതി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെങ്ങനെ നിരന്തരം മൂല്യാങ്കനം ചെയ്തത് അവരെങ്ങനെ ഇതായിട്ട് കൊണ്ടൊന്നുമല്ല അവർക്ക് ക്ലാസ്സിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, അടുത്തത് ഭാഷാക്കി സംബന്ധമേ സഹി പ്രസ്താവ് കോൺസേ ഹെ, ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഷാമേം പ്രയുക്ത ധ്വനി സങ്കേത നിരർത്ഥക ഹെ, ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ധ്വനി സങ്കേതങ്ങൾ നിരർത്ഥകമാണ്. അതിൽ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ധ്വനികളും പ്രത്യേകിച്ച് അർത്ഥമില്ലാത്തതാണെന്നാണ് പറയുന്നത്. അടുത്തത് വക്ത ബോൽക്കർ തഥാ ലിഖ്കർ ഭാവ വിചാരവും കോ പ്രകट करता है. ഈ വക്ത ഭാഷ ഉപയോഗിക്കുന്ന ആ ഒരു വ്യക്തി പറഞ്ഞിട്ടോ എഴുതിയിട്ടോ ഭാവ വിചാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. അതാണ് ഭാഷയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നത്. അതോ അല്ലെങ്കിൽ അനുകരണസി ഭാഷ സീഖന അസംഭവ ഹെ, അനുകരിച്ചുകൊണ്ട് ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് അസംഭവമാണെന്നാണ് പറയുന്നത്. പിന്നെന്താണ് ഭാഷ അർജിത സമ്പത്തി ഹെ. ഇത്രയാണ് 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഭാഷാക്കി സംബന്ധമേ, ഭാഷയായിട്ട് സംബന്ധിച്ചുകൊണ്ട് ഭാഷയെ ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബിയും ഡിയും ആണ്. ഭാഷ എന്ന് പറയുന്നത് ഒരു അർജിത സമ്പത്തിയാണ്. ഭാഷ നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്നുമാണ് നമ്മളിങ്ങനെ അർജിച്ചെടുക്കുന്ന ഒരു സമ്പത്തിയായിട്ടാണ് നമ്മൾ ഭാഷ കണക്കാക്കുന്നത്. പിന്നെന്താണ് വക്ത ബോൽക്കർ തഥാ ലിഖ്കർ ഭാവി വിചാരവും കോ പ്രകट करता है. ഈ ഭാഷ പ്രയോഗിക്കുന്ന ആൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടൊക്കെയാണ് ഈ ഒരു തൻ്റെ ഭാവവിചാരങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പിന്നെ അടുത്ത തന്നിരിക്കുന്നതിൽ യോജിക്കാത്തത് ഏതൊക്കെയാണ്? ഭാഷാമേ പ്രയുക്ത ധ്വനി സങ്കേത നിരർത്ഥക, ഭാഷയിൽ തന്നിട്ടുള്ള ധ്വനി സങ്കേതങ്ങൾ നിരർത്ഥകമാണെന്നാണ്. അത് തെറ്റാണ്. പിന്നെന്താണ് അനുകരണസി ഭാഷ സീഖന അസംഭവ ഹെ, അനുകരണം കൂടിയാണ് ശരിക്കും ഭാഷ പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നിരിക്കുന്ന എയും സിയും തെറ്റാണ്. ശരിയായിട്ടുള്ളത് ബിയും ഡിയും ആണ്. അപ്പം ഇതിലേതാണ് ബിയും ഡിയും? അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് ഛാത്രോം കെ മൂല്യാങ്കൻ കാ ഉദ്ദേശം ക്യാ ഹെ, കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യഹ് ജാൻനായി കി അധികം ഉപലബ്ധിയും കി പ്രാപ്തി കഹാൻ തക് ഹെ, ആ ഒരു പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും അതുപോലെ തന്നെ മൂല്യാങ്കൻ സെ പ്രാപ്ത ജാൻകാരിക്ക് അനുസാർ ശൈക്ഷിക കാര്യവുമേ പരിവർത്തനം ലാന, ആ ഒരു ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ എന്തിനൊക്കെയാണോ പരിവർത്തനം ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മൂല്യാങ്കൻ സഹായിക്കുന്നതാണ് പറയുന്നത്. കക്ഷായി പ്രക്രിയാവുക്കി സഫലതാക്കി ജാഞ്ച് കർണ, ആ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ആ ഒരു മെത്തേഡ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ മൂല്യാങ്കൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ള ഉദ്ദേശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് तीनों सही, मात्र ए सही, मात्र ए और बी सही, बी और सी सही. मात्र ए എന്ന് പറഞ്ഞാൽ ഏതാണ്? यह जानना कि अधिकम उपलब्धियों की प्राप्ति कहाँ तक है, അതാണോ അതോ ബിയും സിയും? അതായത് മൂല്യാങ്കൻ से प्राप्त जानकारी के अनुसार शैक्षिक कार्यों में परिवर्तन लाना അല്ലെങ്കിൽ കക്ഷായി പ്രക്രിയാവും की सफलता की जांच करना, അങ്ങനെയാണോ? അല്ലെങ്കിൽ എന്താണ് എയോ ബിയോ? यह जानना कि अधिगम के उपलब्धियों की प्राप्ति कहाँ तक है അല്ലെങ്കിൽ എന്താണ് മൂല്യാങ്കൻ से प्राप्त जानकारी के अनुसार ശൈക്ഷിക കാര്യവും പരിവർത്തനം ലാന. ഇതിൽ 3 ആണോ അതോ അല്ലെങ്കിൽ ഇതിൽ എ ആണോ അല്ലെങ്കിൽ എയോ ബിയോ ആണോ അല്ലെങ്കിൽ ബിയോ സിയോ ആണോ? എന്താണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പം ഛാത്രോക്ക് മൂല്യാങ്കനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്താണ്? ഇതിൽ 3ഉം
എന്താണ് കുട്ടികളെ മൂല്യാങ്കനം ചെയ്യുന്നതിലൂടെ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ഇനിമേം വ്യാവഹാരിക പ്രോക്തി കാ ഉദാഹരൺ കോൺസാ ഹെ. തന്നിരിക്കുന്നതിൽ വ്യാവഹാരിക പ്രോക്തിയുടെ ഉദാഹരണം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കവിത, സങ്കേത് പട്ട്, കഹാനി, ഇൻമേൻ സെ കോയി നഹി. വ്യാവഹാരിക പ്രോക്തിയുടെ ഉദാഹരണം എന്ന് പറയുന്നത് സങ്കേത് പടാണ്. സൈൻ ബോർഡുകളൊക്കെയാണ് എന്തിന് വ്യാവഹാരിക പ്രോക്തിയുടെ ഉദാഹരണമായിട്ട് കണക്കാക്കുന്നത്. അടുത്തത് കക്ഷാമേം ശിക്ഷകക്ക് ആദർശവാചന കാ മഹത്വ ക്യാ ഹെ. അതായത് ഒരു ക്ലാസ്സിനകത്ത് ടീച്ചർ വായിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയുടെ മഹത്വം, ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്നാണ് ചോദ്യം. ശിക്ഷകക്ക് യോഗ്യത की प्रदर्शन करना, छात्रों को भाषार्जन का एक सहज अवसर देना, पाठ्य योजना तैयार करने का अवसर मिलना, छात्रों के മൂല്യാങ്കൻ करने का अवसर मिलना. അപ്പോൾ ടീച്ചർ ആദർശവാചനം നടത്തുന്നതിലൂടെ ഇതിൽ നടക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഏതിനാണ്? छात्रों को भाषार्जन का एक सहज अवसर देना है. ഇങ്ങനെ ടീച്ചർ വായിച്ചു പോകുന്ന നേരം കുട്ടികൾക്ക് ഭാഷാ സംബന്ധി എന്താണ് ഒരു ബന്ധമൊക്കെ വരും. അപ്പോൾ അതുതന്നെ छात्रों को भाषार्जन का एक सहज अवसर देना, അതാണ് ഈ ആദർശവാചനിലെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കുന്നത്. അടുത്തത് ज्ञान निर्मितवाद अथवा प्रत्ययसंरचनावाद के संबंध में गलत प्रस्ताव कौन सा है. അപ്പം ജ്ഞാൻ നിർമ്മിതവാദം അല്ലെങ്കിൽ പ്രത്യയസംരചനവാദം എന്ന് പറയുന്ന ആ തിയറീസിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? छात्रों के अपने प्रयास से अधिगम होता है, शिक्षक को अधिगम परिस्थितियों का समुचित निर्वाह करना है, वह पूर्णतः व्यवहारवादी सिद्धांतों पर आधारित है, यह छात्र केंद्रित शिक्षण का व्यावहारिक रूप है. അപ്പോൾ ഇതിൽ എന്താണ് ജ്ഞാൻ നിർമ്മിതവാദം അല്ലെങ്കിൽ പ്രത്യയസംരചനാവാദം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തിയറീസിൽ ഒട്ടും യോജിക്കാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ സി ആണ്. ആ ഒരു ജ്ഞാൻ നിർമ്മിതവാദം ആരുടേതാണ്? വൈഗോത്സ്കിയുടേതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിയറി ആയിട്ട് തീരെ യോജിക്കാത്തത് ആ ഒരു വ്യവഹാരവാദി സിദ്ധാന്തവും പറ ആധാരിതമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു കുട്ടി ജനിക്കുമ്പം തൊട്ട് എന്താണ് എന്തെങ്കിലും ഒരു സമസ്യ പരിഹാരത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്ന പരിഹാരത്തിനൊക്കെ ആയിട്ട് ഭാഷയുടെ സഹായം തേടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കുട്ടി വളരുന്നതിനൊപ്പം ശിക്ഷകനോ ഒപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് സംസ്കാരത്തിനും സമൂഹത്തിനും എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? വൈഗോത്സ്കി പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു അടിസ്ഥാനത്തിൽ ഇതിൽ ആ ഒരു പ്രസ്താവനയിൽ ബാക്കിയുള്ള എല്ലാം യോജിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇതിൽ യോജിക്കാത്തത് ഏതാണ്? ബഹുപൂർണതഃ വ്യവഹാരവാദി സിദ്ധാന്തവും പർ ആധാരിത ഹേ. ഇതാണ് ഇതിലെ കറക്റ്റ് ആൻസർ പറയുന്നത്. അടുത്തത് സാമാജിക ജ്ഞാൻ നിർമ്മിതവാദ് അഥവാ സാമാജിക പ്രത്യയസംരചനാവാദ के പ്രയോക്ത. അപ്പം സാമാജിക ജ്ഞാൻ നിർമ്മിതവാദ് അല്ലെങ്കിൽ പ്രത്യയസംരചനാവാദിൻ്റെ ആ ഒരു ഉപജ്ഞാതാവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ജോൺ ട്യൂസി, പാവ്ലോവ്, വിഗോത്സ്കി, പിയാസെ. ജ്ഞാൻ നിർമ്മിതവാദ് അഥവാ സാമാജിക പ്രത്യയസംരചനാവാദിൻ്റെ പ്രയോക്ത എന്ന് പറയുന്നത് ഓപ്ഷൻ സി വിഗോത്സ്കി ആണ്. ഓക്കെ. അടുത്തത് ഭാവഗ്രഹൺ के लिए सबसे अनुकूल इनमें कौन सा है. ഒരു സംഭവത്തിൻ്റെ ഏതെങ്കിലും ഒരു എഴുതിയ കാര്യമായിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഭാവം ഗ്രഹണം ചെയ്യുന്നതിൽ തന്നിട്ടുള്ളതിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്നാണ്? ഭാഷൺ, പഠൻ, ലേഖൻ, മൗഖിക അഭിവ്യക്തി. ഭാഷൺ പറയുന്നത്, പഠൻ വായിച്ചു പഠിക്കുന്നത്, ലേഖൻ എഴുത്തുകല, മൗഖിക അഭിവ്യക്തി നമ്മളിങ്ങനെ വായ കൊണ്ട് കാണിക്കുന്നത്. അപ്പം ഭാവം ഗ്രഹണം ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ളത് പഠനമാണ്. അപ്പോൾ പഠനത്തിലൂടെ ഒരു വായിച്ചെടുക്കുന്നതിലൂടെയാണ് ആ ഒരു കാര്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഭാവം എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത് ആ പഠനത്തിലൂടെയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് भाषाई कक्षा का वातावरण के संबंध में सबसे महत्वपूर्ण तत्व इनमें कौन सा है. ഭാഷായി കക്ഷയിലെ ആ ഒരു മൊത്തം അടിസ്ഥാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു തത്വം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഷായി കക്ഷ ലാംഗ്വേജ് ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? छात्रों को अमुक भाषा के सुनने बोलने के पर्याप्त अवसर मिले, അല്ലെങ്കിൽ सभी छात्र स्कूल वर्दी पहनकर ही कक्षा में आ जाए, कक्षा साफ सुथरी और स्वच्छ हो, कक्षा में आवश्यक സാമഗ്രിയാം ഹോ. അപ്പം എന്താ ഒരു ലാംഗ്വേജ് ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഛാത്രങ്ങൾക്ക് അമുഖ ഭാഷയ്ക്ക് സുനനെ ബോലിനെ ഒക്കെ പര്യാപ്ത അവസരമില്ല. കുട്ടികൾക്ക് കേൾക്കാൻ അല്ലെങ്കിൽ കുട്ടിക്ക് അറിയാത്ത ഒരു കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ അഭ്യസിക്കാനോ ഉള്ള ഒരു അവസരമാണ് എന്ത് ഒരു ക്ലാസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അല്ലാതെ കുട്ടികൾ എന്താണ് യൂണിഫോം ധരിച്ചിട്ടാണോ ക്ലാസ്സിൽ വരുന്നത്, അതായത് ക്ലാസ്സിൻ്റെ നീറ്റ്നെസ് ആണോ, അതല്ലെങ്കിൽ ക്ലാസ്സിന് എന്തെങ്കിലും എന്തെങ്കിലും ഉപകരണങ്ങൾ ആവശ്യങ്ങളുണ്ടോ അല്ലെങ്കിൽ പഠന സാമഗ്രികൾ
ആവശ്യമുണ്ടോ? അതിനേക്കാളൊക്കെ ഉപരി ഒരു ഭാഷായി കക്ഷിക്ക്, അതായത് ഒരു ലാംഗ്വേജ് ക്ലാസ്സിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അമുഖ ഭാഷയ്ക്ക് സുനനെ ഓർ ബോലനേക്ക് പര്യാപ്ത അവസരമില്ലേ. ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യങ്ങൾ പഠിക്കാനും അറിയാനുമുള്ള ഒരു അവസരം പ്രദാനം ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ശരിക്കും എന്താ പറയുന്നത്, ഒരു ഭാഷായി കക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, पत्र लेखन प्रक्रिया के दौरान अध्यापक पत्र की रूपरेखा संबंधी विशेषताएं समझाते हैं. यहाँ किस प्रकार का संशोधन होता है? അപ്പം പത്രലേഖനിക്ക് അങ്ങനത്തെ ആ ഒരു സമയത്ത് ഒരു കത്തെഴുതുന്ന ആ ഒരു പ്രക്രിയ അത് എങ്ങനെയാണെന്നുള്ള ആ രൂപരേഖയൊക്കെ അധ്യാപകൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള എഡിറ്റിംഗ് ആണ് ആവശ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബർത്തനി ഓർ വിരാംചിഹ്ന പരക്ക് संशोधन, प्रोक्तिपरक संशोधन, वाक्य रचना संबंधी संशोधन, गलत काल रचना संबंधी संशोधन. അപ്പോൾ ഇതിൽ ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കാരണം പ്രോക്തിപരക സംശോധനമാണ് ഒരു കത്ത് അല്ലെങ്കിൽ ഒരു രചന എഴുതിക്കൊണ്ടിരിക്കുന്ന നേരം അതിൻ്റെ പ്രോക്തി എങ്ങനെ ഇരിക്കണം, അതിന് ആ ഒരു പ്രോക്തിയായിട്ട് ബന്ധപ്പെട്ട് ആ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ള ആ ഒരു ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം പത്രലേഖൻ്റെ ആ ഒരു പ്രക്രിയയിൽ എന്താണ് അധ്യാപകൻ എന്ത് തരത്തിലുള്ള സംശോധന നടത്തേണ്ടത്? പ്രോക്തിപരക സംശോധനമാണ് അധ്യാപകൻ നടത്തേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, ശിക്ഷകക്ക് ദായിത്വക്ക് സംബന്ധമേ സഹി പ്രസ്താവ്. ഒരു ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. छात्रों को अधिकाधिक शैक्षिक अनुभव प्रदान करना, अभिभावकों से संपर्क बनाए रखना, സഹായക സാമഗ്രിയോം का प्रयोग करना, ഉപയുക്ത സഭി. ഇതാണ് 4 ഓപ്ഷൻ. ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഒരു ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എന്താ കണക്കാക്കുന്നത്? ഛാത്രോംക്കോ അധികാധിക ശൈക്ഷിക അനുഭവം പ്രദാൻ കരണ. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. പിന്നെന്താണ്? അഭിഭാവകംസെ സമ്പർക്ക് ബനായിരിക്കണം, അതായത് കുട്ടികളുടെ പാരൻസുമായിട്ട് ഏറ്റവും നല്ല റിലേഷനിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. പിന്നെന്താണ്? സഹായക സാമഗ്രിയും പ്രയോഗകരണ, അതിന് വേണ്ടിയിട്ടുള്ള പാഠ്യസാമഗ്രികളുടെയും ഉപയോഗിക്കുക. അത്രയും കാര്യങ്ങളാണ് എന്താണ് ഒരു ശിക്ഷകൻ്റെ ദായിത്വമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, മൗനവാചനക്ക് സംബന്ധമേ സഹി പ്രസ്താവ് കോൺസേ ഹെ. തന്നിരിക്കുന്നതിൽ മൗനവാചനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൗനവാചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുപ്ചാപ്പ് വായിക്കുക, അങ്ങനെയാണ് നമ്മൾ മിണ്ടാതിരുന്ന് വായിക്കുന്നതാണ് നമ്മൾ മൗനവാചനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാചൻ്റെ പ്രക്രിയ എന്താണ്? ആ ഒരു വാചനിൽ സഹി പ്രസ്താവന ഏതാണ്, ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സസ്രുവാചനിക്ക് അപേക്ഷ പാഠ്യ സാമഗ്രിക്കോ തീവ്രഗതി സെ പഠാ ജാ സക്താ ഹെ. സസ്വരവാചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദർശവാചനം. ടീച്ചർ ആദർശവാചനം നടത്തിയിട്ട് കുട്ടികൾ അത് അനുകരിക്കുന്നതിനാണ് സസ്വരവാചനം എന്ന് പറയുന്നത്. സസ്വരവാചനേക്കാൾ കൂടുതൽ പാഠ്യസാമഗ്രിക്കോ തീവ്രഗതി സെ പഠാ ജാ സക്താ ഹെ. അങ്ങനെ ഒന്നിച്ച് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു പഠന സാമഗ്രിയെ നമുക്ക് പെട്ടെന്ന് ഗ്രഹണം ചെയ്തെടുക്കാൻ മൗനവാചനം സഹായിക്കുന്നു പറയുന്നു. അടുത്തത്, पाठ्य सामग्री में निहित अर्थ भाव आदि को आत्मसात करने में സഹായക है. പാഠ്യസാമഗ്രിയിൽ ആ പഠന സാമഗ്രിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം ഭാവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആത്മസാത് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകമാണ് എന്ത്? മൗനവാചനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത്, ശുദ്ധ ഉച്ചാരണ അഭ്യാസ് होता है. ശുദ്ധ ഉച്ചാരണം, അതായത് ഉച്ചരിക്കുന്ന രീതി, അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമൊക്കെ ഈ മൗനവാചനത്തിലൂടെ സംഭവിക്കുന്നതാണ് പറയുന്നത്. അത് ശരിക്കും തെറ്റാണ് കേട്ടോ. പ്രാഥമിക സ്तर की कक्षाओं के छात्रों के लिए अधिक उपयोगी है. മൗനവാചനം ഒരിക്കലും ഈ പ്രാഥമിക അതായത് പ്രൈമറി ക്ലാസ്സസിന് അനുയോജ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ചെറിയ പ്രായത്തിലെ തന്നെ കുട്ടികൾ സ്വന്തക്ക് വായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവർക്ക് എത്രത്തോളം അത് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? സസ്വരവാചൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൗനവാചന് പ്രൈമറി ക്ലാസ്സസിന് അനുയോജ്യമല്ല. നമ്മളോട് ചോദിച്ചെന്താണ് മൗനവാചനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. അപ്പം ഓപ്ഷൻ എയും ബിയുമാണ് ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ. അപ്പം ഇതിൽ ഓപ്ഷൻ എ ഓർ ബി വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി. ഓക്കെ, എ ഓർ ബി ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, ഇൻമേൻ കോൺ സി ബാത്ത് ഭാഷാ ശിക്ഷണിക്ക് ചുനൗത്തി ഹോ സക്തി ഹെ. തന്നിരിക്കുന്നതിലുള്ള ഏത് കാര്യമാണ് ലാംഗ്വേജ് ടീച്ചിങ്ങിന് ഏറ്റവും കൂടുതലുള്ള വെല്ലുവിളിയായിട്ട് കണക്കാക്കുന്നത്?
हर छात्र को श्रुतिलेख का अवसर देना, हर छात्र को अधिगम का अनुभव प्रदान करना, हर छात्र को पारिवारिक बातें जानना, हर छात्र को गृहकार्य का അവസർ ദേന. അപ്പം ഒരു ഭാഷായി കക്ഷയില്ലേ, അതായത് ഒരു എന്താണ് ഒരു ലാംഗ്വേജ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ചുനൗത്തി, ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്നത് എന്തിനാണ്? എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാനുള്ള ആ ഒരു അവസരം പ്രദാനം ചെയ്യുന്ന, ആ ഒരു അവസരം നൽകുക എന്നുള്ളതാണ് ഒരു ഭാഷായി ക്ലാസ്സിന് ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. അല്ലാതെ ഹർ ഛാത്രക്കോ ശ്രുതിലേക്ക് അവസരം ദേന കേട്ടെഴുതുന്ന ആ ഒരു ഇതൊന്നുമല്ല. ഭാഷായി ക്ലാസ്സിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എന്താണ്? എല്ലാ കുട്ടികൾക്കും ഒരുപോലെ എന്താണ് അധികം അനുഭവം പ്രദാൻ കരണം, ആ ഒരു രീതി എല്ലാ കുട്ടികൾക്കും ഒരുപോലെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഷായി ക്ലാസ്സിനുള്ള ഒരു വെല്ലുവിളിയായിട്ട് കണക്കാക്കുന്നത്. रमासी फल खाई जाती है, यहाँ किस प्रकार का संशोधन होना चाहिए? അപ്പം രമാസെ ഫൽ ഗായി ജാതി ഹെ, രമയാൽ പഴം കഴിക്കപ്പെടുന്നു. ആ പറയുന്ന ആ ഒരു വാക്കിൽ എന്തുതരം സംശോധന, എന്തുതരം എഡിറ്റിംഗ് ആണ് ആവശ്യമുള്ളത്? വാച്യപരക്ക് സംശോധൻ, ആശയപരക്ക് സംശോധൻ, പ്രോക്തിപരക്ക് സംശോധൻ, സ്വനിംപരക്ക് സംശോധൻ. ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് കർമ്മവാച്യ, കർത്തൃവാച്യ എന്നൊക്കെ രീതിക്ക് നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് എന്തരത്തിലുള്ള സംശോധനമാണ് ആവശ്യം? നമുക്കിതിൽ വാച്യപരക്ക് സംശോധനമാണ് ആവശ്യം. ഇതിൻ്റെ ആശയത്തിൽ പ്രത്യേകിച്ച് എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, പിന്നെ ഇതിൻ്റെ പ്രോക്തിയിലും ആവശ്യമില്ല, ഇതിൻ്റെ സ്വനിംപരക്കിലും ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എഡിറ്റിംഗ് വരുത്താൻ സാധ്യതയുള്ള ഇതിലൊക്കെയാണ്, വാച്യപരക്കിലേക്കാണ് നമുക്കിതിൽ എഡിറ്റിംഗ് വരുത്താൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, कक्षा में संशोधन का कार्य व्यवस्थित तरीके से होना चाहिए, क्यों? ക്ലാസ്സിൽ ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ വളരെ സിസ്റ്റമാറ്റിക്കലി നടക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? छात्रों की लेखन संबंधी त्रुटियों का सुधार करने के लिए, छात्रों का मूल्यांकन करके अंक देने के लिए, छात्रों को भाषागत शुद्धता की ओर ले जाने के लिए, विद्यालय में अनुशासन बनाए रखने के लिए. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ക്ലാസ്സിൽ സംശോധന എന്നുള്ള ആ ഒരു കാര്യം നടക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് അറിയാം അത് ഏതായിരിക്കും, എയോ സിയോ ആയിരിക്കാനാണ് ചാൻസ്. കാരണം എന്താണ്? छात्रों की लेखन की संबंधी त्रुटियों का सुधार करना चाहिए. ഇപ്പം നിരന്തരം ആ ഒരു എഡിറ്റിങ്ങിലൂടെ, ആ ഒരു സംശോധനയിലൂടെ എന്താണ് കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള അവരുടെ ഒരു ലേഖൻ സംബന്ധി തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ തിരുത്താൻ വേണ്ടി സാധിക്കുന്നത് ഈ സംശോധനയിലൂടെയാണ്. പിന്നെ എന്താണ്? ഛാത്രോംക്കോ ഭാഷാഗത ശുദ്ധതാക്കി ഓർ ലേ ജാനേക്കില്ലേ, കുട്ടികളുടെ ആ ഒരു ഭാഷാപരമായിട്ടുള്ള തെറ്റുകളൊക്കെ തിരുത്തി അവരുടെ ആ ഒരു നേരായ വഴിക്ക് കൊണ്ടുപോകാനൊക്കെ എന്താണ് സംശോധനക്കാര് സഹായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയോ സിയോ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇൻമേ മാനചിത്ര की गणना किसके अंतर्गत है? ഈ തന്നിരിക്കുന്നതിൽ മാനചിത്ര എന്തിൻ്റെ ഉള്ളിൽ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രവ്യ സാമഗ്രി, ദൃശ്യ ശ്രവ്യ സാമഗ്രി, ദൃശ്യ സാമഗ്രി, സോഫ്റ്റ്വെയർ. തന്നിരിക്കുന്നതിൽ മാനചിത്ര ഇതിൻ്റെ ഉള്ളിൽ ഏതിൻ്റെ ഉള്ളിൽ പെടുത്താം? നമുക്കത് ദൃശ്യ സാമഗ്രിക്കുള്ളിൽ പെടുത്താം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എന്താണ്? നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതൊരു നമ്മളെ ഒരു ദൃശ്യ സാമഗ്രിയായിട്ട് ഈ മാനചിത്രനെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, കഥാനക് കാ മത്ലബ് ക്യാ ഹെ? കഥാനക് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? കഥാനക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി എഴുതുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ആ കഥയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ആ സ്റ്റോറി ലൈന്, അതിൻ്റെ ഘടനകൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് കഥാനക് എന്ന് പറയുന്നത്. അപ്പോൾ കഥാനക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. സംവാദ, ഉദ്ദേശ്യ, കഥാവസ്തു, ഭാഷാശൈലി. കഥാനക് എന്ന് പറയുന്നത് എന്താണ്? കഥാവസ്തുവാണ്. ആ ഒരു സ്റ്റോറി ലൈനാണ് മെയിനായിട്ട് ഈ കഥാവസ്തു അല്ലെങ്കിൽ കഥാനക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, ആത്മകഥാക്ക് സംബന്ധമേ ബേമേൽ കോൺസാ ഹെ? ബേമേൽ എന്ന് പറഞ്ഞാൽ യോജിക്കാത്തത്, മേല് യോജിക്കുന്നത്, ബേമേൽ എന്ന് പറഞ്ഞാൽ യോജിക്കാത്തത്. ആത്മകഥയെ ബന്ധപ്പെടുത്തി ആത്മകഥയുടെ അടിസ്ഥാനത്തിൽ യോജിക്കാത്തത് ഏതാണ്? ആത്മവിശ്ലേഷൺ, യഥാർത്ഥത, ആത്മാലോചൻ, കൽപ്പനാശീലത. അപ്പം ആത്മവിശ്ലേഷണം, ഒരു ആത്മകഥയിൽ ആത്മവിശ്ലേഷണം ആവശ്യമാണ്. സ്വയം ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. യഥാർത്ഥത ഒരു ആത്മകഥയിൽ അത്യാവശ്യമാണ്. ആത്മാലോചന, സ്വയം ക്രിറ്റിസൈസ് ചെയ്യുന്നതും എന്താണ് ഒരു ആത്മകഥയിൽ ആവശ്യമാണ്. കൽപ്പനാശീലത, ഇമാജിനേഷൻ, ഒരു ആത്മകഥയിൽ ഇമാജിനേഷൻ ആവശ്യമാണോ? നമ്മളോട് ചോദിച്ചത് എന്താണ്? ആത്മകഥാക്ക് സംബന്ധം ബേമേൽ ഇതിൽ യോജിക്കാത്തത്, ആത്മകഥയായിട്ട് യോജിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ
ഡി ആണ്. ഒരാൾ സ്വന്തം കഥ, ഒരു ആത്മകഥ എഴുതുമ്പോൾ എന്താണ് അയാൾ ഒരിക്കലും അതിനകത്തൊരു ഇമാജിനേഷൻ, ഒരു സാങ്കല്പികത കൊണ്ടുവരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആത്മകഥയായിട്ടുള്ള ബേമേൽ എന്ന് പറയുന്നത് കൽപ്പനാശീലതയാണ്. അടുത്തത് ഭാഷാ ശിക്ഷണയ്ക്ക് सृजनात्मक उद्देश्य के संबंध में सही क्या है? ഭാഷാ ശിക്ഷണയ്ക്ക് സൃജനാത്മക ഉദ്ദേശിച്ച के संबंध में सही क्या है? അപ്പം ഭാഷാ ശിക്ഷണം അതായത് ലാംഗ്വേജ് പഠിക്കുന്നതിൽ എന്താണ് ശരിയായിട്ടുള്ള കാര്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒരു ഭാഷ പഠിക്കുന്നത്, ഭാഷ ഭയങ്കര ക്രിയേറ്റീവായിട്ട് നമ്മൾ പഠിക്കുന്ന, ഗ്രഹണം ചെയ്തെടുക്കുന്നതിൽ ശരിയായിട്ടുള്ള കാര്യം എന്താണ്, ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ग्रहण किए गए भाव विचारों को सार रूप में प्रस्तुत करना, किसी दृश्य की अभिव्यक्ति स्वयं करना, सामान्य विषयों पर लेख लिखना, उपयुक्त सभी. അതായത് ഭാഷാ ശിക്ഷണയ്ക്ക് സൃജനാത്മക ഉദ്ദേശിക്ക സംബന്ധം ക്യാ ഹെ? ഒരു ഭാഷ പഠിക്കുന്നതിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു ഭാഷ പഠിക്കുന്നതിലൂടെ അത് ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഗ്രഹണ കിയേ ഗയേ ഭാവ വിചാരംക്കോ സാര രൂപമേ പ്രസ്തുതമാണ്. ഒരു ഭാഷ പഠിക്കുന്നതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഷോർട്ടായിട്ട് അതിൻ്റെ സമ്മറി മാത്രം, അതിൻ്റെ സാരം മാത്രം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ കിസി ദൃശ്യക്ക് അഭിവ്യക്തി സ്വയം കരണം. ഏതെങ്കിലും ഒരു ദൃശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭാഷ പഠിച്ചാൽ നമുക്കത് നമ്മുടെ സ്വന്തമായ രീതിയിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സാമാന്യ വിഷയം പർ ലേഖലിക്കുന്ന, ഏതെങ്കിലും ഒരു സാമാന്യ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ലേഖനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഭാഷ പഠിക്കുന്നതിലൂടെ സാധിക്കും. അപ്പം എന്താണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഭാഷാ ശിക്ഷണയ്ക്ക് സൃജനാത്മക ഉദ്ദേശിക്ക സംബന്ധം സഹി എന്ന് പറഞ്ഞാൽ ഈ മൂന്നുമാണ്. ഓക്കെ, അടുത്തത് बच्चों की प्रकृति के अनुसार नई भाषा सीखने का सबसे अनुकूल स्तर कौन सा है? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഭാഷ പഠിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലം, ആ ഒരു സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്? പ്രാഥമിക സ്തർ, ഉच्च പ്രാഥമിക സ്തർ, മാധ്യമിക സ്തർ, ഉच्च മാധ്യമിക സ്തർ. അപ്പം ഒരു പുതിയ ഭാഷ പഠിക്കുന്നതിന് കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവസരം എന്ന് പറയുന്നത് പ്രാഥമിക സ്തറാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു സമയത്താണ് എന്താണ് കുട്ടികൾക്ക് ഒരു പുതിയ ഭാഷ പഠിക്കാനുള്ള ഒരു കൂടുതലുള്ള ഒരു അവസരം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. तान अनुदान तथा अच्छा उच्चारण शुद्धता की ओर ध्यान दिलाने के लिए किस प्रकार का संशोधन अनिवार्य है? तान अनुदान तथा उच्चारण शुद्धता की ओर. താൻ അനുദാനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അനുദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ശബ്ദമായിരിക്കും, പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ച് അതിൽ വ്യത്യാസം വരും. അപ്പം അച്ഛ, അപ്പം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ പറയും എന്തിനാ പഠിക്കുന്നേ, അതുപോലെ തന്നെ എന്തിനാ പഠിക്കുന്നത്. അപ്പം രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ, പക്ഷെ നമ്മൾ ഉച്ചരിക്കുന്ന ആ ഒരു ഉച്ചാരണയുടെ അടിസ്ഥാനത്തിൽ എന്താണ് അതിൽ അർത്ഥത്തിൽ വ്യത്യാസം വരും. അതിനെയാണ് അനുദാനം എന്നെല്ലാം പറയുന്നത്. അപ്പം ആ ഒരു ഉച്ചാരണ ശുദ്ധതയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്നതിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തിനാണ് കൂടുതൽ എഡിറ്റിംഗ് ആവശ്യം? ഒരു ഉച്ചാരണ ശുദ്ധതയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താൻ അനുദാന തഥ ഉച്ചാരണ ശുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നതിൽ എന്ത് തരം സംശോധന, എന്ത് തരം എഡിറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ അനിവാര്യം എന്നാണ് ചോദ്യം. പ്രോക്തിപരക സംശോധൻ, രൂപപരക സംശോധൻ, സ്വനിംപരക സംശോധൻ, വർദ്ധനിപരക സംശോധന. ശരിക്കും ഇങ്ങനത്തെ ഒരു വാക്കുകൾക്ക് നമുക്ക് എന്തുതരം സംശോധന നല്ലത്? സ്വനിംപരക സംശോധനയാണ് ആവശ്യം. പ്രോക്തിപരക അതിൽ വാക്യത്തിനൊന്നും പ്രത്യേകതയില്ല, അതിൻ്റെ രൂപത്തിലും വേണ്ട, അതിൻ്റെ ഒരു അക്ഷരവിന്യാസത്തിലും എന്ത് വേണ്ട, ഒരു എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്തിൽ വേണം? സ്വനിംപരക സംശോധന ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് താൻ അനുദാൻ തന്നെ തഥാ ഉച്ചാരണ ശുദ്ധതാക്കി ഓർ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി കൂടുതൽ സാധിക്കുന്നതിന് എന്ത് വേണം? സ്വനിംപരക സംശോധന ആവശ്യമാണ്. അടുത്തത് भाषा शिक्षण को स्वाभाविक एवं सहज बनाए रखने के लिए शैक्षिक प्रक्रियाओं को कैसे नियोजित करना चाहिए? ഭാഷാ ശിക്ഷണക്കോ, അതായത് ഒരു ഭാഷ പഠിക്കുന്നതിനെ ഭയങ്കര നോർമൽ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര എളുപ്പത്തിൽ ഇതാക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ ഗ്രഹണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എഡ്യൂക്കേഷൻ മെത്തേഡ്സിൽ എന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കേണ്ടത്? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ ജ്ഞാതസെ അജ്ഞാതിക്ക് ഓർ, സരളസെ ജഡിലിക്ക് ഓർ, പൂർണ്ണസെ അൻഷിക്ക് ഓർ, ഉപയുക്ത സഭി. അപ്പോൾ നമ്മളൊരു ഭാഷാ ക്ലാസ്സിൽ എന്താണ് അതൊരു ഭയങ്കര നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എഡ്യൂക്കേഷൻ മെത്തേഡ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത് എന്താണ്? അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക്, സരളമായതിൽ നിന്നും കഠിനമായതിലേക്ക്, പൂർണ്ണത്തിൽ നിന്നും അപൂർണമായതിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞതിലെല്ലാം. ഈ പറഞ്ഞ എല്ലാം ഉണ്ടെങ്കിൽ എന്താണ് ഒരു ഭാഷാ ക്ലാസ്, ഒരു ലാംഗ്വേജ് ക്ലാസ് എന്താണ് എഡ്യൂക്കേഷൻ മെത്തേഡിന് എന്താ പറയുക ഭയങ്കര ഒരു പ്ലാനിങ്ങിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണത്തിൽ നിന്ന് അപൂർണത്തിലേക്ക്, സരളെന്ന് ജഡിലിലേക്ക്, ജ്ഞാതെന്ന് അജ്ഞാതിലേക്ക്. ഇത് മൂന്നും ചേർന്നാൽ ഒരു ഭാഷാ ശിക്ഷണം, ഒരു ഭാഷ പഠിക്കാൻ ഭയങ്കര നോർമലായിട്ട് നമുക്ക് തോന്നും. അടുത്ത് ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അതായത് പ്രീവിയസ് ഇയർ, അതായത് ഈ ഒരു വർഷത്തെ 2023 ഓഗസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനിലും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? രാംചരിതമാനസും അതുപോലെ തന്നെ മോഹൻ രാകേഷിൻ്റെ ആഷാഢിക ഏകദിൻ തുടങ്ങിയിട്ടുള്ള സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ തവണയും ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് പാരിഭാഷിക് ശബ്ദാവലിയിലും വ്യാകരണിക് സംബന്ധി, അതായത് ഗ്രാമർ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് വ്യത്യാസങ്ങൾ കാണുന്നത്. അത് ഓരോ തവണയും പുതിയതാണ് ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും സിലബസുമായിട്ട് യോജിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ധന്യവാദം.